പ്രൈസ് ലോർഡ്. കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം ഈ രാത്രികാലം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമുക്കൊരുമിച്ച് ദൈവസന്നിധിയിൽ തിരുവചനത്തിൻ്റെ പഠനവുമായിട്ട് വീണ്ടും ഒരുമിച്ച് ചേരുവാൻ കർത്താവ് ഒരുക്കിയ നല്ല അവസരത്തിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. നമ്മുടെ ക്ലാസ്സിൻ്റെ 12ാമത്തെ ഒരു ദിവസത്തേക്കാണ് നമ്മൾ കടന്നു വന്നിരിക്കുന്നത്. ദ ഗോസ്പൽ ഓഫ് ജോൺ, യോഹന്നാൻ്റെ സുവിശേഷം എന്ന മനോഹരമായ സുവിശേഷം നമുക്ക് കഴിഞ്ഞ 12 ക്ലാസ്സുകളിൽ വളരെ ഭംഗിയായി പഠിക്കുവാൻ ദൈവം ഒരുക്കിയ അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് നമ്മുടെ എത്രാമത്തെ ക്ലാസ്സാണ്? 12ാമത്തെ ക്ലാസ്സാണ്. കഴിഞ്ഞ 11 ക്ലാസ്സുകൾ വളരെ ഭംഗിയായി നടത്തുവാനൊക്കെ കർത്താവ് സഹായിച്ചല്ലോ. ഇതിനകത്ത് ഏതെങ്കിലും വിഷയങ്ങളിൽ സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കണം. അത് മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കരുത്. അത് ഇനിയിപ്പം നിങ്ങൾ മറ്റൊരു സന്ദർഭത്തിൽ ഏതെങ്കിലും ഒരു വാക്യത്തിനെ കുറിച്ചുള്ള ഒരു സംശയങ്ങളുണ്ടെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനലിനകത്ത് ഇത്ര വാക്യം മുതൽ ഇത്ര വാക്യം വരെയുള്ള വീഡിയോസ് കിടക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് ആ പർട്ടിക്കുലർ വീഡിയോ എടുത്തുകൊണ്ട് ആ വിഷയത്തെ മനസ്സിലാക്കുവാനുള്ള സാവകാശമുണ്ട്. അപ്പം ആ ഒരു ഭാഗങ്ങൾ നിങ്ങൾ ഉപയോഗിക്കണമെന്ന് ദൈവനാമത്തിൽ ഓർപ്പിക്കുന്നു. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. നമ്മൾ പഠിച്ചു തീർന്നത് യോഹന്നാൻ എഴുതിയ സുവിശേഷം 4-ാം അധ്യായം അതിൻ്റെ 22 വരെയുള്ള വേദഭാഗമാണ് നമ്മൾ ധ്യാനിച്ച് തീർന്നത്. 23 മുതലുള്ള കാര്യമാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. എന്നാൽ ഒരു വാക്യം കൂടി ചേർത്ത് നമ്മൾ ഒന്നുകൂടെ 21, 22 മുതൽ താഴോട്ട് വീണ്ടും വേഗത്തിലൊന്ന് 21, 22 ജസ്റ്റ് ഒരു അതിൻ്റെ ബ്രീഫായിട്ട് മാത്രം പറഞ്ഞുകൊണ്ട് 23 മുതൽ ഇന്ന് നമ്മളുടെ തുടർന്ന് ധ്യാനിപ്പാൻ കർത്താവ് സഹായിക്കട്ടെ. ഞാനിവിടെ സ്ക്രീൻ ഷെയർ ചെയ്യുന്നു, കാണാമെന്ന് ഞാൻ കരുതുന്നു. കർത്താവ് സഹായിക്കട്ടെ. ഓക്കെ, നമ്മൾ ധ്യാനിച്ചു തീർന്ന വിഷയം എന്ന് പറയുന്നത് യേശു കർത്താവ് ശമരിയ സ്ത്രീയോട് ഒരു കുടിക്കാൻ അല്പം വെള്ളം തരുമോ എന്ന് പറഞ്ഞാണ് തൻ്റെ സംഭാഷണം ആരംഭിക്കുന്നത്. അവിടുന്ന് സംഭാഷണം വർദ്ധിച്ച് കൂടുതൽ കാര്യങ്ങളിലേക്ക് അവർ സംസാരിച്ചു പോയിട്ട് അവസാനം ആ ഒരു സ്ത്രീയുടെ ജീവിതത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു വെളിപ്പാടിലേക്ക് കർത്താവ് കടക്കുന്ന സംഭവം നമ്മൾ ധ്യാനിപ്പാനിടയായി തീർന്നു. അവളുടെ ജീവിതത്തിൽ ആർക്കും അറിയാൻ മേലാത്ത, അല്ലെങ്കിൽ അവരുടെ നാട്ടുകാർക്കൊക്കെ അറിയാമെങ്കിൽ കൂടിയും പുറത്തെ ആൾക്കാർക്ക്, യഹൂദന്മാർക്ക് ആർക്കും ഇതിനെക്കുറിച്ച് യാതൊരു അറിവും ഇല്ലാത്ത ഒരു വ്യക്തി തന്നോട് തൻ്റെ സ്വകാര്യമായ കാര്യങ്ങളെക്കുറിച്ച് വെളിപ്പെടുത്തുമ്പോൾ അവൾ മനസ്സിലാക്കിയത് ഇവൻ വെറും ഒരു യഹൂദനല്ല, ഇവൻ വെറും ഒരു സാധാരണ വഴിപോക്കനല്ല, ഒരു സാധാരണ ഒരു ഗുരു മാത്രമല്ല, ഇവനൊരു പ്രവാചകന് കൂടിയാണെന്ന് ഈ ശമരിയക്കാരത്തിക്ക് മനസ്സിലായി തീർന്നു. നമ്മൾ അതിൻ്റെ ദ റെവലേഷൻ ഈസ് പ്രോഗ്രസീവ് എന്ന കാര്യം നമുക്ക് ചിന്തിപ്പാനിടയായി തീർന്നല്ലേ. ആദ്യം യഹൂദൻ എന്ന് അവക്ക് മനസ്സിലായി, യഹൂദനുമായിട്ട് ശമരിയക്കാർക്ക് യാതൊരു സമ്പർക്കവുമില്ല എന്നത് നമുക്ക് ഈ വാക്യങ്ങളിലൂടെയൊക്കെ ധ്യാനിപ്പാൻ കർത്താവ് സഹായിച്ചു. താൻ യഹൂദൻ എന്ന നിലയിൽ ഇവളോട് വെള്ളം ചോദിക്കുന്നത് കൊണ്ട് തന്നിൽ ഉണ്ടായിട്ടുള്ള ആ ഒരു ക്യൂരിയോസിറ്റി, അവൾ ആശങ്കപ്പെട്ടു, സർപ്രൈസ്ഡായി. ആ സമയത്താണ് തുടർന്ന് സംഭാഷണം മുമ്പോട്ട് പോകുമ്പോൾ ഈ യേശു കർത്താവ് ജീവന്റെ ജലം വാഗ്ദാനം ചെയ്യുന്നവനാണെന്ന് മനസ്സിലായി. ജീവന്റെ ജലം വാഗ്ദാനം ചെയ്യുന്ന ഈ യേശുവിനോട് അതിൽ നിന്ന് അല്പം വെള്ളം തരണമേ എന്ന് യാചിക്കുന്ന സ്ത്രീയോട് തൻ്റെ സ്വകാര്യമായ കാര്യങ്ങളിലേക്ക് കർത്താവ് കടക്കുകയാണ്. നിന്റെ ഭർത്താവിനെ വിളിച്ചുകൊണ്ട് വരിക. അപ്പോൾ അവള് ഭർത്താവ് ഇല്ലെന്ന് പറയുമ്പോൾ, നിനക്ക് ഭർത്താവില്ലെന്ന് പറഞ്ഞത് ശരിയാണ്, പക്ഷെ നിനക്ക് 4 ഭർത്താക്കന്മാര് ഉണ്ടായിരുന്നു, ഇപ്പോഴുള്ളവനോ നിന്റെ ഭർത്താവല്ല എന്ന് പറയുന്ന ഒരു വെളിപ്പാടിലേക്ക് അവിടെ കടന്നു വരുവാനിടയായി തീർന്നു. എക്സ്പോഷർ സംഭവിക്കുക. അന്നേരം ഒരു കാര്യം മനസ്സിലായി, ഈ യേശു കർത്താവ് വെറും ഒരു സാധാരണ മനുഷ്യനല്ല, ഇവനൊരു പ്രവാചകനാണ്. അതാണ് നമ്മൾ 20ാമത്തെ വാക്യം നമ്മൾ നോക്കിയത്. അത് കഴിഞ്ഞേച്ച് നമ്മൾ മുമ്പോട്ട് വരുമ്പോൾ പെട്ടെന്ന് ആ സ്ത്രീ ആരാധനയിലേക്ക് കടക്കുന്ന ഒരു സംഭവത്തിലേക്കാണ് നമ്മൾ ധ്യാനിച്ചത്. എന്തുകൊണ്ടാണ് അവൾ ആരാധനയിലേക്ക് കടന്നത്? ആ ഒരു വിഷയം തള്ളി മാറ്റാൻ വേണ്ടി ആയിരുന്നില്ല, അവിടുന്ന് രക്ഷപ്പെടാൻ വേണ്ടി ആയിരുന്നില്ല. പ്രത്യാല് നമ്മൾ പറഞ്ഞിരുന്നു,
ഈ രണ്ട് കൂട്ടരും രണ്ട് സ്ഥലത്ത് ആരാധന നടത്തിക്കൊണ്ടിരിക്കും. ഒരാൾ ഗെർസീമിലും വർഷിപ്പ് ചെയ്യുന്നു, ഒരാൾ യെരുശലേമിലും വർഷിപ്പ് ചെയ്യുന്നു. അപ്പൊ രണ്ടിടത്തും ദൈവ സാന്നിധ്യം ഉണ്ടെന്ന് രണ്ടുപേരും അവകാശപ്പെടുകയാണ്. യഹൂദന്മാർ പറയുന്നു ഞങ്ങൾ ആരാധിക്കുന്നതാണ് ശരി, ഈ ശമര്യക്കാർ പറയുന്നു ഞങ്ങൾ ആരാധിക്കുന്നതാണ് ശരി. അപ്പൊ ഏത് ആരാധനയാണ് ശരി? എവിടെയാണ് ദൈവം ഇറങ്ങി വരുന്നത്? അത് മാത്രമല്ല, എന്നെ പോലുള്ള ഒരു സ്ത്രീയുടെ അടുത്ത് ദൈവത്തിന് സംഭാഷിക്കാൻ കഴിയുമോ? എന്നെ പോലുള്ള റിജക്റ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയുടെ അടുത്ത് ദൈവത്തിന് ഇറങ്ങി വരാൻ പറ്റുമോ എന്നുള്ള അനേക ചോദ്യങ്ങൾ തൻ്റെ മനസ്സിൽ കിടക്കുമ്പോഴാണ് അവള് കർത്താവിനോട് ചോദിക്കുന്ന ചോദ്യമാണ് 21-ാമത്തെ വാക്യത്തിൽ 20-ാമത്തെ വാക്യത്തിൽ, ഞങ്ങളുടെ പിതാക്കന്മാർ ഈ മലയിൽ നമസ്കരിച്ചു വന്നു, നമസ്കരിക്കേണ്ടുന്ന സ്ഥലം യെരുശലേമിലാകുന്നു എന്ന് നിങ്ങൾ പറയുന്നു. അപ്പൊ ഈ ഒരു സംശയത്തെയാണ് കർത്താവ് 21-ാം വാക്യത്തിൽ ദൂരീകരിക്കുക. നിങ്ങളുടെ പിതാവിനെ നമസ്കരിക്കുന്നത് ഈ മലയിലുമല്ല യെരുശലേമിലുമല്ല എന്നുള്ള നാഴിക വരുന്നു എന്ന ഭാഗം പറഞ്ഞുകൊണ്ട് 22-ാം വാക്യം വരെ നമ്മൾ ധ്യാനിച്ചത്. 22-ാം വാക്യം പറയുന്നത്, നിങ്ങൾ അറിയാത്തതിനെ നമസ്കരിക്കുന്നു, ഞങ്ങളോ അറിയുന്നതിനെ നമസ്കരിക്കുന്നു. അപ്പം കർത്താവ് അവിടെ കാര്യം വ്യക്തമാക്കുകയാണ്. എന്താണ് കർത്താവ് പറഞ്ഞത്? നിങ്ങളുടെ ആരാധനയ്ക്കകത്ത് പ്രശ്നമുണ്ട്. എന്താണ് പ്രശ്നം? ശമര്യക്കാരോട് പറയുക, നിങ്ങൾ വ്യവസ്ഥ പ്രകാരമല്ല ആരാധിക്കുന്നത്, നിങ്ങളുടെ ആരാധനയിൽ കലർപ്പുണ്ട്. കാരണം ജാതീയമായിട്ടുള്ള പല ആചാരങ്ങളും നിങ്ങൾ ഈ ശമരിയയിൽ ഗർസീം പർവ്വതത്തിൽ ആരാധിച്ചു വന്നു. അതുകൊണ്ട് നിങ്ങളുടെ ആരാധന ന്യായപ്രമാണ പ്രകാരമല്ല. പ്രത്യുത യഥാർത്ഥ ആരാധന എവിടെയാണ്? യഥാർത്ഥ ആരാധന നടന്നു വന്നിരുന്നത് യെരുശലേം ദേവാലയത്തിൽ. ന്യായപ്രമാണ പ്രകാരം ദൈവത്തിന്റെ അരുളപ്പാടനുസരിച്ചാണ് യഥാർത്ഥ ആരാധന ദൈവം കൊടുത്തിരുന്നത്. അവിടുത്തെ ആൾക്കാരെല്ലാം ശ്രേഷ്ഠന്മാരായിട്ടല്ല കേട്ടോ അങ്ങനെ പറഞ്ഞത്. എന്നാൽ കർത്താവ് പറയുകയാണ്, ആ വാഗ്ദത്ത മശിഹ വെളിപ്പെടുന്നത് എവിടുന്നെയാണ്? വംശാവലി വെളിപ്പെടുന്നത് അത് യഹൂദന്മാരിൽ നിന്നാണ്. യഹൂദന്മാരുടെ ശ്രേഷ്ഠതയല്ല അവിടെ പറയുന്നത്. പ്രത്യുത അത് മുൻകാലങ്ങളിൽ അബ്രഹാമിനോട് ചെയ്ത വാഗ്ദത്തം, അല്ലെങ്കിൽ ദൈവത്താൽ മുൻകാലങ്ങളിൽ, അത് ഉൽപ്പത്തി മുതൽ സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തലയെ തകർക്കുമെന്നുള്ളൊരു വാഗ്ദത്തം യഹൂദ പാരമ്പര്യത്തിലൂടെ വരണമെന്നുള്ളത് തിരുവെഴുത്തുകൾ പ്രകാരം എഴുതപ്പെട്ടതായതുകൊണ്ട് മശിഹ എല്ലാ ഇസ്രായേലിലൂടെയും വന്നു എന്ന് വെളിപ്പെടുത്തുന്ന ഒരു ചിത്രമാണ് അവിടെ 22-ാം വാക്യത്തിലൂടെ കർത്താവ് അത് പറഞ്ഞു നിർത്തുന്നത്. നിങ്ങൾ അറിയാത്തതിനെ നമസ്കരിക്കുന്നു, ഞങ്ങളോ അറിയുന്നതിനെ നമസ്കരിക്കുന്നു എന്ന ഭാഗമാണ് നമ്മൾ അവിടം വരെ പറഞ്ഞു നിർത്തിയത്. ഇനിയും ഇന്ന് നമ്മൾ 23 മുതൽ 26 വരെയുള്ള വേദഭാഗങ്ങളാണ്. അതിനകത്ത് ആദ്യത്തെ 2 വാക്യങ്ങൾ നമുക്ക് നോക്കാം, 23-ഉം 24-ഉം. സത്യനമസ്കാരികൾ പിതാവിനെ കേൾക്കുന്നില്ലല്ലോ. സത്യനമസ്കാരികൾ പിതാവിനെ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കുന്ന നാഴിക വരുന്നു, ഇപ്പോൾ വന്നുമിരിക്കുന്നു. തന്നെ നമസ്കരിക്കുന്നവർ ഇങ്ങനെയുള്ളവർ ആയിരിക്കണം എന്ന് പിതാവ് ഇച്ഛിക്കുന്നു. ദൈവം ആത്മാവാകുന്നു, അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഇവിടെ ധ്യാനിക്കുന്ന ആ ഒരു വാക്യം ഇതാണ്, 23 മുതലാണ്. അപ്പൊ ഞാൻ 2 വാക്യം പറഞ്ഞത് ജസ്റ്റ് അതിനോട് കണക്ട് ചെയ്യാൻ വേണ്ടി മാത്രം ഞാൻ പഴയ കാര്യങ്ങളൊന്ന് ബ്രീഫായിട്ട് പറഞ്ഞതേ ഉള്ളൂ. അതിന്റെ കൂടുതൽ കാര്യങ്ങൾക്ക് നിങ്ങൾ കഴിഞ്ഞ വീഡിയോയിലേക്ക് നോക്കുക. നമുക്കതിനുള്ള സമയം ഇനിയും അധികം ഇല്ലാത്തത് കൊണ്ട്. ഓക്കെ, നമ്മളിവിടെ കാണുന്നത് യേശു ഇവിടെ പറയുന്ന ആശയം, ഈ യെരുശലേം ഗെർസീം എന്ന ഒരു തർക്കം ഇനി എന്തായിപ്പോയെന്നാ പറയുന്നത്? കാലഹരണപ്പെട്ടുപോയി, ഇനി അതിനൊരു പ്രസക്തിയില്ല. അതാണ് സത്യനമസ്കാരികൾ പിതാവിനെ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കുന്ന നാഴിക വരുന്നു, ഇപ്പോൾ വന്നുമിരിക്കുന്നു. തന്നെ നമസ്കരിക്കുന്നവർ ഇങ്ങനെയുള്ളവരായിരിക്കണമെന്ന് പിതാവ് ഇച്ഛിക്കുന്നു. അപ്പം ആരാധന ഇനി ആ മലയ്ക്കും പ്രസക്തിയില്ല, ഈ മലയ്ക്കും പ്രസക്തിയില്ല. യഹൂദന്മാർ പറയുന്ന യെരുശലേമിലും വലിയ പ്രസക്തിയില്ല, ശമര്യക്കാർ പറയുന്ന ഗെർസീം നാട്ടിലും വലിയ പ്രസക്തിയില്ല. ഇത് രണ്ടും കാലഹരണപ്പെട്ടു പോയി. അതെന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞത്? ഇവര് തമ്മിൽ പറഞ്ഞു വല്ലതും കോംപ്രമൈസ് ആയിട്ടാണോ? ശമര്യക്കാര് യഹൂദന്മാര് തമ്മിൽ എല്ലാം പറഞ്ഞ് അവരുടെ വഴക്കെല്ലാം തീർത്ത് സ്നേഹത്തിലായതുകൊണ്ടല്ല അങ്ങനെ പറഞ്ഞത്. പിന്നെ എന്നാ? വാഗ്ദത്ത പൂർത്തീകരണത്തിലൂടെയാണ്. എന്താണ് വാഗ്ദത്തം?
യേശു കർത്താവാണ് വാഗ്ദത്തം. ആ യേശു കർത്താവ് യഹൂദ ഗോത്രത്തിൽ ജനിച്ചതോടുകൂടി ആ ഒരു പ്രസക്തി തന്നെ ഭൂമിശാസ്ത്രപരമായ ജിയോഗ്രഫിക്കൽ ഇമ്പോർട്ടൻസ് നഷ്ടപ്പെട്ടു പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ അതുകൊണ്ട് ഈ ഭൂമിശാസ്ത്രപരമായ ഈ ചോദ്യത്തിന് സ്ത്രീ ചോദിക്കുകയാണ്, എവിടെയാണ് ആരാധിക്കേണ്ടത്, ഏതാണ് ശരിയായിട്ടുള്ള ആരാധന? അങ്ങനെ ഒരു ചോദ്യത്തിന് യാതൊരു പ്രസക്തി ഇനി ഇല്ലെന്നാ കർത്താവ് പറയുന്നതിന്റെ അർത്ഥം. കാരണം ദൈവത്തിന്റെ സാന്നിധ്യം ഇപ്പോൾ ഉള്ളത് മനുഷ്യന്റെ ഹൃദയങ്ങളിൽ, ഒരു കെട്ടിടത്തിലല്ല ദൈവം വാസം ചെയ്യാൻ താല്പര്യപ്പെടുന്നത്. ഇവിടെ രണ്ട് കാര്യം അവിടെ പറയുന്നത്, രണ്ട് പ്രധാനപ്പെട്ട വാക്ക്, ഒന്ന് ആത്മാവിലും രണ്ട് സത്യത്തിലും. ഈ രണ്ട് വാക്കും വളരെ പ്രധാനപ്പെട്ട വാക്കായിട്ടാണ് നമുക്കിവിടെ മനസ്സിലാക്കേണ്ടത്. എന്താണ് ആത്മാവിലുള്ള ആരാധന? ആത്മാവിലുള്ള ആരാധന, വർഷിപ്പ് ഇൻ സ്പിരിറ്റ്. ഇത് സാധാരണ നമ്മുടെ കരിസ്മാറ്റിക് ഇടങ്ങളിലൊക്കെ വ്യാഖ്യാനിക്കുന്നത് പോലെ ഒരു വൈകാരികമായ ഒരു അനുഭവത്തെ കുറിച്ചല്ല, അതിനെയല്ല ഫോക്കസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ സ്വയമായിട്ട് ഒരാൾ ഉണ്ടാക്കിയെടുക്കുന്നതുമല്ല, ഒരു ഡിസോർഡർ ആയിട്ടുള്ള ഒരു ശുശ്രൂഷയല്ല. ആത്മാവിൽ എന്നതിൻ്റെ കറക്റ്റ് അർത്ഥം പരിശുദ്ധാത്മാവിൽ ഒരുവൻ പ്രാപ്തമായിട്ടുള്ള ആരാധന, പരിശുദ്ധാത്മാവിലുള്ള ഒരു ബന്ധം സ്ഥാപിക്കുന്ന, പരിശുദ്ധാത്മാവിന്റെ നിറവിൽ ദൈവത്തെ ആരാധിക്കുന്ന ആരാധന, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിൽ ശക്തിപ്പെടുന്ന ഒരു ആരാധന. അത് മതപരമായ ഒരു ശ്രമത്തെക്കാൾ ഉപരി ദൈവത്തിന്റെ ഹിതത്താലും ദൈവത്തിന്റെ പ്രവൃത്തിയാലും ഉത്ഭവിക്കുന്ന ഒരു ആരാധന എന്നതാണ് അതിന്റെ അർത്ഥം. ആത്മാവിലുള്ള ആരാധന, അതിനകത്തൊരു ഗോഡ്സ് വില്ലുണ്ട്, അതിനകത്ത് ഗോഡ്സ് വർക്കുണ്ട്. ദൈവമാണ് അതിന് ഇനിഷ്യേറ്റീവ് എടുക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ആത്മാവാണ് യഥാർത്ഥ ആരാധനയെ സാധ്യമാക്കുന്നത്. സ്പിരിറ്റ് ഇല്ലാതെ ആരാധനയില്ല. ആത്മാവില്ലെങ്കിൽ ആരാധനയൊക്കെ വെറും പ്രകടനം. ആത്മാവില്ലാത്ത ആരാധനയൊക്കെ ഉണ്ട്, പക്ഷെ അതെല്ലാം ജസ്റ്റ് എന്താ അതിന് പറയുന്നേ, ഫങ്ഷൻ ആയിട്ടൊക്കെ വേണം പറയാൻ, അതിലെ പെർഫോമൻസ് എന്നൊക്കെ പറയാം. അതല്ലാതെ അതിനകത്ത് ദൈവത്തിന് യാതൊരു പങ്കുമില്ല. അത് നമ്മൾ എത്ര ആവേശത്തോട് ചെയ്താലും, എത്ര കാശ് മുടക്കി വലിയ കോൺഫറൻസ് സെറ്റ് ചെയ്താലും, എത്ര വലിയ മീറ്റിങ്ങുകൾ ക്രമീകരിച്ചാലും, യഥാർത്ഥ ആരാധന ദൈവവുമായിട്ട് തന്നെ വരണം, ദൈവവുമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കണം. അതുകൊണ്ടാണ് നമ്മൾ പഴയ നിയമത്തിൽ വായിക്കുന്നത് എന്തോ, അതായത് വിളക്കണ്ടിന്മേൽ എപ്പോഴും, യാഗപീഠത്തിന്മേൽ എപ്പോഴും ദീപം കത്തിക്കൊണ്ടിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ആ ആരാധന ദൈവത്താൽ സംഭവിക്കേണ്ടത്. അപ്പൊ നമ്മുടെ ഈ ഒരു പെന്തക്കോസ്ത് അടിസ്ഥാന ബൈബിൾ ക്ലാസ് ആയതുകൊണ്ട് ഇതിനെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ പ്രാധാന്യമാണ്. ആത്മാവിലുള്ള ആരാധന നിർവചിക്കപ്പെടുന്നത് ആത്മീക കൃപാവരങ്ങളുടെ സാന്നിധ്യമോ വൈകാരികമായ ഒരു അനുഭവമോ മാത്രമല്ല. കൃപാവരങ്ങളൊക്കെ ഇതിനകത്തുണ്ട്. എന്നാൽ യഥാർത്ഥ ആരാധനയുടെ ഉടയവൻ, അല്ലെ അതിനെ പ്രാപ്തമാക്കുന്ന പരിശുദ്ധാത്മാവാണോ എന്ന്, അല്ലെ അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് ആത്മാവിലാണോ എന്ന് നിർവചിക്കപ്പെടുന്നത്. നമ്മൾ ആരാധിക്കുന്നത് പരിശുദ്ധാത്മാവാണോ നിങ്ങൾ ഇനിഷ്യേറ്റീവ് ചെയ്യുന്നത്? ഇത് ബോധ്യപ്പെടണം. പരിശുദ്ധാത്മാവിന്റെ പുറകിൽ കാര്യമുണ്ടോ നമ്മൾ മനസ്സിലാക്കണം. ഇൻ സ്പിരിറ്റ് ഉണ്ടോ? വിത്തൗട്ട് ദ സ്പിരിറ്റ് വർഷിപ്പ് ബിക്കം പെർഫോമൻസ്. അതാണ് ആത്മാവിലുള്ള ആരാധന. അത് ദൈവത്താൽ സംഭവിക്കേണ്ടത്. ദൈവമാണ് ഇതിന് ഇനിഷ്യേറ്റീവ് എടുക്കുന്നത്. നമ്മൾ ദൈവത്തിന്റെ അല്ലെങ്കിൽ പരിശുദ്ധാത്മാവുമായിട്ട് ചേർന്ന് നമ്മുടെ ആത്മാവുമായിട്ട് ബന്ധിപ്പിക്കുമ്പോൾ ദൈവം അതിന് ഇനിഷ്യേറ്റീവ് എടുക്കുകയാണ്, നമ്മൾ അതിനെ വിട്ടുകൊടുക്കുകയാണ് നമ്മളെ തന്നെ. അടുത്തതാണ് സത്യത്തിലുള്ള ആരാധന. എന്താണ് ഈ സത്യത്തിലുള്ള ആരാധന? സത്യത്തിൽ, ഇൻ ട്രൂത്ത് എന്നതിൻ്റെ അർത്ഥം ദൈവം യഥാർത്ഥത്തിൽ ആരാണെന്ന്, ഹൂ ഗോഡ് ട്രൂലി ഈസ്, അവൻ എന്താണ് ചെയ്തിട്ടുള്ളതുള്ള യാഥാർത്ഥ്യവുമായി നമ്മൾ പൊരുത്തപ്പെടണം. ദൈവം ആരാന്നും അറിയണം, അവൻ നിന്റെ ജീവിതത്തിൽ ചെയ്തത് എന്താണെന്നുള്ള ആ ഒരു റിയാലിറ്റിയുമായിട്ട് നമ്മളെ കണക്റ്റ് ആകണം. അപ്പോഴാണ് സത്യത്തിലുള്ള ആരാധന വരുന്നത്. യാതൊരു അറിവുമില്ലാത്ത ആരാധനയല്ല. നമ്മൾ ദൈവത്തെ വർഷിപ്പ് ചെയ്യുമ്പോൾ അത് സത്യം എങ്ങനെ ആകുന്നത്? എനിക്കൊരു ബോധ്യം വരണം, എൻ്റെ ദൈവം അത്ര വലിയവനാണ്. രണ്ട്,
അവൻ എനിക്ക് വേണ്ടി എന്താണ് ചെയ്തത്, അതിൻ്റെ ഓട്ടോമാറ്റിക് റെസ്പോൺസ് ആണ് വർഷിപ്പ് എന്ന് പറയുന്നത്. അതാണ് സത്യം. അത് എൻ്റെ സ്വന്തം സൃഷ്ടിയല്ല. ഞാൻ വിചാരിക്കുമ്പോൾ ആരാധന ഉണ്ടാക്കിയെടുക്കാൻ കഴിയത്തില്ല. ഇറ്റ്സ് നോട്ട് ആൻ ഇമാജിനേഷൻ, ഇറ്റ്സ് നോട്ട് എ റിച്വൽ, ജസ്റ്റ് നോട്ട് എ റിച്വൽ. ഇതൊരു ഭാവനയല്ല. അപ്പൊ ഒരു എന്താ പറയാ, നമ്മൾ ഈ വാക്കിനകത്ത് തന്നെ അതിന്റെ ഉദ്ദേശമുണ്ട് അല്ലെ, ഇൻ ട്രൂത്ത്, സത്യം. അതിനകത്ത് തന്നെ അതിന്റെ എന്താ പറയാ, സത്യസന്ധത തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വേറൊരാൾക്ക് വേണ്ടി ഉള്ള പ്രകടനമല്ല ഈ ആരാധന. വേറൊരാൾ 10 പേര് കാണിക്കണം, അതുകൊണ്ട് ഇന്നത്തെ എൻ്റെ പെർഫോമൻസ് ഒക്കെ ഏറ്റവും നന്നായിരിക്കണം, അതിനാണോ ആരാധന? അതോ ഇനി എൻ്റെ നേട്ടത്തിന് വേണ്ടിയാണോ? എനിക്ക് എന്തെങ്കിലുമൊക്കെ ദൈവത്തിൽ നിന്ന് പ്രാപിക്കണം, അതുകൊണ്ട് ഞാൻ ഇന്ന് ശക്തമായിട്ട് ആരാധിക്കും? ഇതൊരു ആചാരവുമല്ല. പിന്നെന്താണ്? ഇത് ദൈവത്തോടുള്ള ഒരു കമ്മിറ്റ്മെന്റ്, ദൈവത്തോടുള്ള യഥാർത്ഥ ആഭിമുഖ്യം. ഇതാണ് സിൻസിയറിറ്റി ഓഫ് മോട്ടീവ്, ദൈവത്തോടുള്ള വിശ്വസ്തത, ദൈവത്തോടുള്ള ചായ്വ്. അങ്ങനെയാണ് സത്യത്തിലുള്ള ആരാധന വെളിപ്പെടുന്നത്. അപ്പൊ യഥാർത്ഥ ആരാധന നമ്മളിവിടെ കാണുന്നത് പോലെ ഒരു റെയിൽവേ പാളത്തിന്റെ ഈ പാളങ്ങൾ പോലെയാണ്. രണ്ടും ഇമ്പോർട്ടൻ്റ്. ഇത് ഒരുമിച്ച് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക ഈ പാളങ്ങൾ. അപ്പൊ സത്യത്തെ മാറ്റി നിർത്തി ആത്മാവിനെ മാത്രം ചിന്തിച്ചു നോക്കിക്കേ, എങ്ങനെ ഇരിക്കും? സത്യമില്ല, ആത്മാവുണ്ട്. എന്താണ് അതിന്റെ റിസൾട്ട്? എന്തായിരിക്കും? നമുക്കിപ്പം അതായത് അർത്ഥമില്ലാത്ത ഉത്സാഹം പോലെ. ഉദാഹരണത്തിന് പറഞ്ഞാല് ഇപ്പം എല്ലാ കാര്യത്തിലും ഭയങ്കര ആക്റ്റീവാണ്. ചർച്ചിനകത്ത് അത് ചെയ്യുന്നു, ഇത് ചെയ്യുന്നു, ഫുഡിന്റെ കാര്യം നോക്കുന്നു, കസാറ ഇടുന്നു, പായിടുന്നു, ഏത് കാര്യത്തിന് ഓടിച്ചാടി നടക്കുന്നു, വണ്ടി ഓടിക്കുന്നു. ഇതെല്ലാ കാര്യം ചർച്ചിന് വേണ്ടിയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ എന്തിനാ ചെയ്യുന്നത്? അവരിവരും ഒക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് ഞാൻ ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മുടെ സഹോദരന്മാർ പറയുന്നത് കൊണ്ട് ചെയ്യുന്നു, അല്ലെ ദൈവദാസൻ പറഞ്ഞതുകൊണ്ട് ചെയ്യുന്നു, അല്ലെ ഞാൻ ചെയ്തില്ലെങ്കിൽ ചിലർ പറയുന്നത് ഞങ്ങൾ പാരമ്പര്യമായിട്ട് വിശ്വാസത്തിലായതുകൊണ്ട്, ഞാൻ ഈ കൂട്ടത്തിലായതുകൊണ്ട് അങ്ങ് ചെയ്തു പോവുക. ഉത്സാഹത്തോട് ചെയ്യുന്നുണ്ട്, പക്ഷെങ്കിൽ എന്തില്ല? അർത്ഥമില്ല. അതാണ് സത്യമില്ലാതെ വന്നുള്ള കുഴപ്പം. ജീവിതമില്ല, അനുഭവമാണ്. ജീവിതമില്ലാത്ത അനുഭവം. പല സിറ്റുവേഷൻസിലൂടെ ഒക്കെ കടക്കുന്നുണ്ട്, പക്ഷെ എന്തില്ല? ലൈഫ് എക്സ്പീരിയൻസ് ഇല്ല. അതാണ് ഈ സത്യമില്ലാത്ത ആത്മാവെന്ന് പറയുന്നത്. എന്നാൽ മറുവശത്ത് ആത്മാവില്ലാത്ത സത്യം എന്താ തീരും? അങ്ങനെ മുമ്പോട്ട് പോകാൻ പറ്റുമോ? സത്യം ഉണ്ട്, ആത്മാവില്ല, അപ്പൊ എന്തായി തീരും? അത് അതിനേക്കാ പ്രശ്നമാണ്. ഒരു ജീവനില്ലാത്ത ഒരു പാരമ്പര്യവാദിയെ പോലെ പഴയ ചരിത്രം പറഞ്ഞുകൊണ്ടിരിക്കും. ഞങ്ങള് അന്ന് അങ്ങനെ ചെയ്തു, ഇന്നിങ്ങനെ ചെയ്തു, ഭയങ്കര സ്ട്രിക്റ്റ് ആൻഡ് ഇതെല്ലാം ഉണ്ട്. ബൈബിളൊക്കെ നല്ല രീതിയിൽ പുള്ളിക്ക് വ്യാഖ്യാനിക്കാൻ അറിയാം, വചനം പറയും, ഇതെല്ലാം ഉണ്ട്. പക്ഷെങ്കിൽ എന്നാ പ്രശ്നമെന്ന് അറിയാമോ? പരിശുദ്ധാത്മാവുമായിട്ട് യാതൊരു കണക്ഷനും ഇല്ല. സ്വർഗത്തിലെ ദൈവത്തിന്റെ ശബ്ദം അവൻ കേൾക്കുന്നില്ല. ആത്മാവിന്റെ ഒരു ഗൈഡൻസ് ഇല്ല. സൺഡേ സ്കൂളിന്റെ ടീച്ചറാണ്, PAP പ്രോഗ്രാം നടത്തുന്നുണ്ട്, ചർച്ചിന്റെ പ്രോഗ്രാമുകളൊക്കെ നടത്തുന്നുണ്ട്, അത്യാവശ്യം ബൈബിൾ ക്യൂസുകളെല്ലാം നടത്തുന്നുണ്ട്. എല്ലാ കാര്യത്തിലും മുമ്പിൽ അറിവുമുണ്ട്. പക്ഷെങ്കിൽ എന്തില്ല? പരിശുദ്ധാത്മാവുമായിട്ട് ഒരു ബന്ധവും ഇല്ല. പ്രാർത്ഥനയ്ക്ക് വേണ്ടി മുട്ടുമടക്കത്തില്ല, ദൈവസന്നിധി കരയുന്നില്ല, അവന്റെ ആത്മാവ് ദൈവവുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല. അതാണ് ആത്മാവില്ലാത്ത സത്യം. അപ്പൊ ഇത് രണ്ടും ഏതെങ്കിലും ഒരെണ്ണം നഷ്ടപ്പെട്ടാൽ തന്നെ അത് പരാജയമാണ്. അപ്പൊ യോഹന്നാന്റെ സുവിശേഷം ഇവ രണ്ടും, ആത്മാവും സത്യവും എന്നത് വ്യത്യസ്തതയോട് കൂടി തന്നെ അതിനെ ബന്ധിപ്പിച്ചിരിക്കുക. ഒരു ട്രെയിൻ പാളം പോകുന്നത് പോലെ തന്നെ. അതാണ് നമ്മൾ അവിടെ കാണുന്ന ഭാഗം. അപ്പം നമ്മൾ ആ 23ഉം 24ഉം വാക്യമാണ് വായിച്ച്. 24 വാക്യം, ദൈവം ആത്മാവാകുന്നു, അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. അടുത്ത 25ഉം 26ഉം വാക്യം ഒന്ന് നോക്കിയാട്ടെ, അവിടെ എന്താണ് പറയുന്നത്? സ്ത്രീ അവനോട്, മശിഹ എന്ന് വെച്ചാൽ ക്രിസ്തു വരുന്നു എന്ന് ഞാൻ അറിയുന്നു. അവൻ വരുമ്പോൾ സകലവും അറിയിച്ചു തരും എന്ന് പറഞ്ഞു. യേശു അവളോട്, നിന്നോട് സംസാരിക്കുന്ന ഞാൻ തന്നെ മശിഹ എന്ന് പറഞ്ഞു. മൂന്നാമത്തെ ഒരു പ്രസ്താവനയാണ് നമ്മളവിടെ കാണുന്നത്. ഇതൊരു പ്രഖ്യാപനം നടത്തുകയാണ്.
പ്രഖ്യാപനം നടത്തുകയാണ്. അപ്പൊ ഈ സുവിശേഷത്തിലെ ഏറ്റവും അസാധാരണമായ നിമിഷങ്ങളിൽ ഒന്നാണ് നമ്മളിവിടെ കാണുന്നത്. ഈ യോഹന്നാന്റെ സുവിശേഷത്തിൽ ഉടനീളം നമ്മൾ നോക്കിയാൽ യേശുവിൻ്റെ മശിഹൈക സത്വം എന്ന് പറഞ്ഞാൽ ജീസസ് മെഷിയാനിക് ഐഡന്റിറ്റി, കർത്താവിൻ്റെ തന്നെ വെളിപ്പെടുത്തൽ, തൻ്റെ സ്വത്വം വെളിപ്പെടുത്തുക, അത് ഏറ്റവും വ്യക്തമായി വെളിപ്പെടുത്തിയ ഒരു ഭാഗമാണ് നമ്മളിപ്പോൾ വായിച്ചത്. അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് കർത്താവ് വെളിപ്പെടുത്തിയ താൻ മശിഹയാണെന്ന് വെളിപ്പെടുത്തിയ ഒരു വാക്യമാണ് നമ്മൾ വായിച്ചത്. അസന്നിഗ്ധമായ ഒരു പ്രഖ്യാപനം, അസന്നിഗ്ധമായ ഒരു പ്രഖ്യാപനമാണ് നമ്മൾ ഇവിടെ കാണുന്നത്. പ്രൈസ് ദി ലോർഡ്. എവിടെ നമ്മൾ ഇത് വായിച്ചത്? 26-ാം വാക്യത്തിൽ. നിങ്ങൾ മൈക്ക് മ്യൂട്ട് ചെയ്യണം ഇടയ്ക്ക്, ജസ്റ്റ് അതുകൊണ്ട് ഡിസ്റ്റർബൻസ് വരുമ്പോൾ ആ ഒരു കോൺസെൻട്രേഷൻ നഷ്ടപ്പെടും. ഓക്കെ. അപ്പം യോഹന്നാന്റെ സുവിശേഷത്തിലുടനീളം യേശുവിൻ്റെ ഈ മശിഹൈക സത്വത്തിന്റെ വെളിപ്പെടുത്തൽ വളരെ വ്യക്തമായിട്ട് കാണുന്ന ഒരു പോർഷനാണ് നമ്മളിത് കാണുവാൻ ഇടയായിത്തീർന്നത്. അതെപ്പോഴാണ്? ഒരു നട്ടുച്ചയ്ക്ക്, അല്ലെ, ഒരു കിണറ്റിന്റെ അരികെ ആർക്കായി വെളിപ്പെടുത്തി കൊടുക്കുന്നത്? ഒരു ശമരിയക്കാരത്തി സ്ത്രീക്ക് താൻ വെളിപ്പെടുത്തി കൊടുക്കുക. അപ്പൊ ഈ വെളിപ്പാട് തൻ്റെ ശിഷ്യന്മാർക്ക് കർത്താവ് ഇതിന് മുൻപ് വെളിപ്പെടുത്തി കൊടുത്തിട്ടില്ല. മത നേതാക്കൾക്ക് കർത്താവ് ഇതുവരെ വെളിപ്പെടുത്തി കൊടുത്തിട്ടില്ല. എന്നാൽ ഇവിടെ ഈ ശമരിയക്കാരത്തി സ്ത്രീക്ക് കർത്താവ് വെളിപ്പെടുത്തി കൊടുക്കുക. എന്താ പറയുന്നത്? അവള് പറയുക, മശിഹ വരുമ്പോൾ സകലവും അറിയിച്ചു തരും. 25-ാം വാക്യം. ഇനി യേശു എന്താ പറഞ്ഞത്? നിന്നോട് സംസാരിക്കുന്ന ഞാൻ തന്നെ മെശിഹ. പ്രൈസ് ദി ലോർഡ്. ഈ സദ്വർത്തമാനം പറയാനാണ് യേശു ആ വഴി വന്നത്. നമ്മൾ ഇതിന്റെ 4-ാം അധ്യായത്തിന്റെ 4-ാം വാക്യത്തിൽ നമ്മൾ വായിച്ചു. എന്താണെന്ന് നമ്മൾ, യേശു ശമരിയയിൽ കൂടി കടന്നു പോകേണ്ടി വന്നു, അല്ലേ? ഈ സദ്വർത്തമാനം ഇവളോട് പറയാൻ വേണ്ടിയാ കർത്താവ് മറ്റു വഴികളൊന്നും തെരഞ്ഞെടുക്കാതെ നേരെ ശമരിയയിലേക്ക് താന് നടന്നു നീങ്ങിയത്. അപ്പൊ യേശുവിന്റെ ഈ സന്ദേശം സന്നിധി സഭയോട് നേരിട്ട് പറയാൻ കഴിയത്തില്ല. പറയാൻ പറ്റുമോ? സന്നിധി സംഘത്തിനോട് ഇത് പറയാൻ പറ്റത്തില്ല. യെരുശലേം നേതാക്കന്മാരോട് പറയാൻ പറ്റത്തില്ല. എന്നാൽ ഇവിടെ ഈ സ്ത്രീയോടാണ് താനത് വെളിപ്പെടുത്തുന്നത്. ഈ സ്ത്രീ ആരാണ്? ആ ദേശത്തിലെ ഏറ്റവും കുറഞ്ഞ സാമൂഹിക നിലവാരമുള്ള ഒരു വ്യക്തിയോട് തന്നെ തൻ്റെ ഐഡന്റിറ്റി ഏറ്റവും വ്യക്തമായ നിലയിൽ യേശു വെളിപ്പെടുത്തി കൊടുക്കുക. അത് എന്തുകൊണ്ടായിരിക്കും? ഒരുപക്ഷെങ്കിൽ യേശു ആരെ വിശ്വസിക്കാൻ പറ്റുമെന്നുള്ള ഒരു ബോധ്യത്തിലായിരിക്കും. ഈ സ്ത്രീയെ വിശ്വസിക്കാൻ കൊള്ളാം എന്ന ഒരു ബോധ്യത്തിലാകാം ഒരുപക്ഷെ അവളോട് ഈ കാര്യം വെളിപ്പെടുത്തി കൊടുത്തത്. തൻ്റെ ഐഡന്റിറ്റി, അല്ലെങ്കിൽ തൻ്റെ ഈ ഒരു രഹസ്യം അറിയാൻ ഏറ്റവും യോഗ്യയായ ഒരു വ്യക്തിയാണ് ഈ സ്ത്രീ എന്ന അഗാധമായ ഒരു പ്രസ്താവനയാണ്. ഇത് രണ്ടും ആകാം. കാരണം ഇവളോട് പറഞ്ഞാൽ പ്രയോജനമുണ്ടെന്ന് കർത്താവിനറിയാം. ഇവളുടെ ഉള്ളിൽ ഈ സത്യം പറഞ്ഞു കൊടുത്താൽ ഇവളെയും കൊണ്ട് ദൈവരാജ്യത്തിന് പ്രയോജനപ്പെടും ദൈവത്തിനറിയാം. പ്രൈസ് ദി ലോർഡ്. പലപ്പോഴും ദൈവം നമ്മളെ ഏൽപ്പിക്കുന്ന ചില ആത്മിക ശുശ്രൂഷ, ഇങ്ങനെ ചില ഉത്തരവാദിത്തങ്ങൾ ദൈവം നമ്മളെ ഏൽപ്പിക്കുമ്പോൾ വളരെ പ്രതീക്ഷയോടെയാ കർത്താവ് നമ്മളുടെ മേൽ ഈ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കുന്നത്. നമ്മളെയും കൊണ്ട് ദൈവത്തിന് ചിലത് കഴിയും എന്ന ബോധ്യം ദൈവത്തിൽ ഉള്ളത് കൊണ്ടാണ് അവൻ നമ്മളെ ചില ദൗത്യങ്ങൾ ഏൽപ്പിക്കുന്നത്. അതുകൊണ്ടാണ് വചനത്തിൽ പറയുന്നത്, അവൻ ശിശുക്കളുടെയും മുലകുടിക്കുന്നവരുടെയും വായിൽ ബലം നിയമിച്ചിരിക്കുന്നു. മനുഷ്യർക്കാർക്കും അത് ചിന്തിക്കാൻ കഴിയത്തില്ല. എന്നാൽ ദൈവം ചില വ്യത്യസ്തമായ നിലയിൽ ഒരറിവില്ലാതെ നമ്മൾ മറ്റെന്തെങ്കിലും കാര്യത്തിന് വേണ്ടിയായിരിക്കും പോകുന്നത്. എന്നാൽ ഒരു അഭിഷിക്തനായിട്ടായിരിക്കും വരുന്നത്, ഒരു നിയോഗം പ്രാപിച്ചവനായിട്ടായിരിക്കും വരുന്നത്. നിങ്ങൾക്കറിയാം, ഇസ്രായേലിന്റെ ആദ്യ രാജാവായ ശൗൽ തൻ്റെ കഴുത നഷ്ടപ്പെട്ടെന്ന് പറഞ്ഞ് തേടി നടന്നതാ. എന്നാൽ തിരിച്ച് വീട്ടിലേക്ക് വന്നത് എങ്ങനായിട്ടായിരുന്നു? ഒരു രാജാവായിട്ടാണ്. സ്തോത്രം. പോയപ്പോൾ ആകുലതയോടെ ഒരു കഴുതയുടെ പുറകിൽ അന്വേഷിച്ച് പോയവനാ. തിരിച്ചു വരുന്നൊരു പ്രവാചകനായി, ഒരു രാജാവായി, അഭിഷിക്തനായിട്ട് കടന്നു വരിക. ഇതുപോലെയാ ദൈവം ചില സമയങ്ങളിൽ നമ്മളുടെ മേൽ ചില നിയോഗങ്ങൾ അയക്കുന്നത്, ചില പ്രതീക്ഷയോടെ. ഹല്ലേലൂയ.
അതാണ് നമ്മളവിടെ വായിച്ച് കേട്ട ഒരു ഭാഗം. 26-ാം വാക്യം വായിച്ചത്, യേശു അവളോട്, നിന്നോട് സംസാരിക്കുന്ന ഞാൻ തന്നെ മശിഹ. തൻ്റെ ഐഡന്റിറ്റി താൻ ആ സ്ത്രീക്ക് വെളിപ്പെടുത്തി കൊടുക്കുക. എത്ര ഭാഗ്യകരമായ ഒരവസ്ഥയാണ് ആ സ്ത്രീക്ക് ലഭിച്ചതെന്നറിയാമോ? ശിഷ്യന്മാർക്ക് ഈ ഭാഗ്യം ലഭിച്ചില്ല. അതാണ് ഏറ്റവും വലിയ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ. തൻ്റെ കൂടെ നടന്ന ശിഷ്യന്മാരോട് ഇതുവരെ ഇങ്ങനൊരു സ്റ്റേറ്റ്മെന്റ് കർത്താവ് പറഞ്ഞില്ല. എന്നാൽ ഈ സ്ത്രീയോട് പറയാൻ വേണ്ടി താൻ മനഃപൂർവ്വം ശമരിയയിൽ കൂടി കടന്നു പോകേണ്ടി വന്നെന്ന്. ചില സമയത്ത് ചില നിയോഗങ്ങൾ പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് ദൈവം തരും. ആ നിയോഗത്തെ നിങ്ങൾ തുച്ഛീകരിക്കരുത്. നിങ്ങളുടെ അടുത്ത് വരുന്ന ചില നിയോഗങ്ങളായിരിക്കും. പരിശുദ്ധാത്മാവ് നിങ്ങളോട് ഈ ദിനങ്ങളിൽ എന്തെങ്കിലും വ്യക്തമായി ഇടപെട്ടിട്ടുണ്ടെങ്കിൽ അതിന് നിങ്ങൾ ചെവി ചായ്ക്കണം. സ്തോത്രം. കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. തുടർന്ന് നമുക്ക് 27, 28, 29, 30 വാക്യങ്ങൾ വേഗത്തിൽ വായിച്ചാട്ട്. 27 to 30. ഇതിനിടയിൽ അവന്റെ ശിഷ്യന്മാർ വന്ന് അവൻ സ്ത്രീയോട് സംസാരിക്കയാൽ ആശ്ചര്യപ്പെട്ടു. എങ്കിലും നീ എന്തു ചോദിക്കുന്നു, അവളോട് എന്ത് സംസാരിക്കുന്നു എന്ന് ആരും ചോദിച്ചില്ല. അനന്തരം സ്ത്രീ പാത്രം വെച്ചിട്ട് പട്ടണത്തിൽ ചെന്ന് ജനങ്ങളോട്, ഞാൻ ചെയ്തതൊക്കെയും എന്നോട് പറഞ്ഞ ഒരു മനുഷ്യനെ വന്ന് കാൺമീൻ, അവൻ പക്ഷെ ക്രിസ്തു ആയിരിക്കുമോ എന്ന് പറഞ്ഞു. അവർ പട്ടണത്തിൽ നിന്ന് പുറപ്പെട്ട് അവന്റെ അടുക്കൽ വന്നു. അതിനിടയിൽ അത്ര അത് 30 വരെയുള്ള അവർ പട്ടണത്തിൽ നിന്ന് പുറപ്പെട്ട് അവന്റെ അടുക്കൽ വന്നു. ഈ ഭാഗത്ത് നമ്മൾ കാണുന്നത് സ്ത്രീ സാക്ഷിയാകുന്ന കാര്യമാണ്. ഇപ്പോൾ സ്ത്രീക്ക് എന്താ കാര്യം മനസ്സിലായി? ഇവനിപ്പോ ഒരു പ്രവാചകനല്ല, ഇവനിപ്പോ ആരായി? മശിഹായി. നേരത്തെ ആരായിരുന്നു? യഹൂദനായിരുന്നു. പിന്നെ ഒരു ഗുരുവാന്ന് മനസ്സിലായി, ഒരു അറിവുള്ള മനുഷ്യനാന്ന് മനസ്സിലായി. കുറെ കഴിഞ്ഞപ്പോൾ മനസ്സിലായി ഇവനൊരു പ്രവാചകനാണെന്ന്. പ്രവാചകനാണെന്ന് മനസ്സിലാക്കിയ സ്ത്രീ കുറെ കഴിഞ്ഞപ്പോൾ മനസ്സിലായി ഇവൻ പ്രവാചകൻ മാത്രമല്ല, ഇവൻ മശിഹ കൂടിയാണ്. ഇവര് കാത്തിരുന്ന മശിഹ. അതാണ് നമ്മൾ ഈ ഭാഗം ഇവിടെ വായിച്ചത്. എന്നാൽ ഇവിടെ നമ്മൾ 27-ാം വാക്യത്തിൽ കാണുന്നത് ശിഷ്യന്മാർ മടങ്ങി വരുന്ന സംഭവം. ശിഷ്യന്മാർക്ക് എന്തോ അവിടെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ശിഷ്യന്മാർക്ക് എന്താണ് നഷ്ടപ്പെട്ടത്? അത് നമുക്ക് അവിടെ മനസ്സിലാക്കുവാൻ പറ്റും. ശിഷ്യന്മാർ ആഹാരം വാങ്ങി മടങ്ങി വരുമ്പോൾ യേശു ഈ സ്ത്രീയോട് സംസാരിക്കുന്ന രംഗമാണ് കാണുന്നത്. അവർ ഈ രംഗം കണ്ടിട്ട് ആശ്ചര്യപ്പെടുകയാണ്. കാരണം ഇങ്ങനൊരു പതിവ് ഇവരുടെ ഇടയിലില്ല. ഇങ്ങനെ സംസാരിക്കുന്ന ഒരു രീതിയില്ല. യഹൂദന്മാര് ശമരിയക്കാരുമായിട്ട് ഒരു രീതിയിലും സംസാരിക്കത്തില്ല. അതുമാത്രമല്ല, ഒരു ഗുരു ഒട്ടും സംസാരിക്കത്തില്ല. റബി എന്ന നിലയിൽ റബി ഒരിക്കലും അങ്ങനെ സംസാരിക്കാൻ ആ കാലത്ത് യാതൊരു സാഹചര്യമില്ലാത്ത കാലത്ത് ഈ ഒരു ചിത്രം കണ്ട്, ഈ ഒരു അനുഭവം കണ്ടിട്ട് ശിഷ്യന്മാർ ആശ്ചര്യപ്പെട്ടു. എന്നാല് ആശ്ചര്യപ്പെടുക മാത്രമല്ല, ഇവരൊന്നും സംസാരിച്ചില്ലെന്ന് പറയുന്നു. ഇവരൊന്നും ചോദിക്കാൻ നിന്നില്ല ശിഷ്യന്മാര്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംസാരിച്ചത്? അല്ലെങ്കിൽ കർത്താവിനോട്, യേശു നിനക്ക് എന്നാ വേണ്ടിയത്, അല്ലെങ്കിൽ നീ എന്തിനാ അവളോട് സംസാരിക്കുന്നേ എന്നൊന്നും ആരും യേശുവിനോട് ചോദിച്ചില്ല. ഒന്നും ചോദിക്കാൻ തുനിഞ്ഞില്ല. അവിടെ നടക്കുന്നത് എന്താണെന്ന് ഈ ശിഷ്യന്മാർക്ക് യഥാർത്ഥത്തിൽ മനസ്സിലാകുന്നില്ല എങ്കിലും അവർക്ക് ഒരു കാര്യം മനസ്സിലായി കാണും. എന്തൊക്കെയോ ഒരു ദൈവിക കാര്യങ്ങൾ ഇതിന്റെ പുറകെ നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ യേശു ഇങ്ങനെ സംസാരിക്കില്ല. ഇതിന്റെ പുറകിൽ ഒരു ദൈവത്തിന്റെ പദ്ധതി ഉണ്ടെന്ന് അവർക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് അവർ ഇതിനകത്ത് ഇടപെടാതെ മാറി നിന്നത്. ശിഷ്യന്മാർക്ക് എന്താണ് നഷ്ടപ്പെട്ടത്? നമുക്കറിയാം, 4 സുവിശേഷങ്ങളിലും യേശു നടത്തുന്ന ഏറ്റവും ദൈർഘ്യമേറിയ ഒരു കോൺവെർസേഷനാണ്. ദൈർഘ്യമേറിയ ഒരു ദൈവശാസ്ത്രപരമായ കോൺവെർസേഷൻ, ലോങ്സ്റ്റ് തിയോളജിക്കൽ കോൺവെർസേഷൻ ആണ് ഈ സ്ത്രീയുമായിട്ട് കർത്താവ് നടത്തുന്നത്. ഈ നമ്മളെ സുവിശേഷങ്ങൾ മുഴുവനും നോക്കിയാൽ നിക്കോദിമോസിന് ശേഷം പിന്നെ കാണുന്ന അതിനേക്കാൾ കൂടുതൽ സംഭാഷണം ഈ സ്ത്രീയുമായിട്ട് നടത്തിയിട്ടുണ്ട്. അപ്പൊ അവർ അപ്പത്തിനായി സാധനങ്ങൾ വാങ്ങുന്നതിന്റെ ഇടയിൽ അവർ ഒരിക്കലും സംസാരിക്കാൻ ആഗ്രഹിക്കാത്ത ഒരു സ്ത്രീയോട് യേശു ജീവനുള്ള ജലം വാഗ്ദാനം ചെയ്യുകയാണ്. ഈ രഹസ്യം ശിഷ്യന്മാർക്ക് ലഭിക്കുന്നില്ല. അപ്പൊ ശിഷ്യന്മാരുടെ ഒരു സീനിയോറിറ്റി ഉണ്ട്. അവരുടെ സീനിയോറിറ്റി യേശു കാര്യമാക്കുന്നില്ല. അവര് സീനിയോറിറ്റി ഒക്കെയാ, ശരിയാ. യോഹന്നാൻ ആ ചിത്രം അതുപോലെ തന്നെ ഇവിടെ എടുത്തു പറയുകയാണ്. എന്ന് പറഞ്ഞാൽ ഒരു മാനസിക പിരിമുറുക്കം ഇല്ലാതെ, ഒരു എന്താ പറയുന്ന ഒരു ജലസി ഇല്ലാതെ, ഒരു പൊസസീവ്നെസ് ഇല്ലാതെ. കാരണം ഈ അപ്പം മേടിക്കുന്ന കൂട്ടത്തിൽ യോഹന്നാനും പോയിട്ടുണ്ട്.
അപ്പൊ ഈ യോഹന്നാൻ അതുപോലെ ആ ചിത്രം എടുത്ത് പറയുകയാ, യേശു ഞങ്ങളെ സീനിയോറിറ്റി ആയിട്ട് നിൽക്കുമ്പോൾ ഞങ്ങളെ മാറ്റി നിർത്തി യേശു ഈ വെളിപ്പാട് ജീവനുള്ള ജലത്തിനെ കുറിച്ച് ആരോട് പറയുകയാണ്? ഈ ശമരിയക്കാരത്തിയോട് പറയുകയാണ്. പലപ്പോഴും നമ്മൾ തോന്നും നമുക്ക് ഏതാണ്ടൊക്കെ കൂടുതൽ അറിവുണ്ട്, അതുകൊണ്ട് ദൈവം നമ്മളെ ഉപയോഗിക്കും. മീൻസ് എൻ്റെ അറിവിന്റെ ബേസിൽ എന്നെ ഉപയോഗിക്കുന്ന ആർക്കെങ്കിലും തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ അത് വളരെ മടയത്തരമാണ്. വചനത്തിൽ തന്നെ പറയുന്നുണ്ട്, മുമ്പന്മാർ എന്തായിത്തീരും? ബിംബന്മാരായിത്തീരും. നമ്മൾ ദൈവസന്നിധിയിൽ സമർപ്പിച്ചു കൊടുക്കാൻ തയ്യാറാകണം. ഏത് സമയത്തും എനിക്ക് അറിവും കഴിവും ഒക്കെ പരിമിതമാണ്, കർത്താവെ ഞാൻ ആയിരിക്കുന്നത് നിന്റെ കൃപയാലാണ്, നീ എന്നെ ഉപയോഗിച്ചാൽ എനിക്ക് പ്രയോജനപ്പെടാൻ പറ്റും. ഈ ഒരു ബോധ്യത്തോട് ഇരുന്നെങ്കിൽ നിന്നെ അസാധാരണമായി നീ ഉപയോഗിക്കും. നമ്മളൊരു സീനിയോറിറ്റി ലെവലിലുള്ള ചിന്തയാണ് എപ്പോഴും എങ്കിൽ അനേക ബിംബന്മാർ നിന്റെ മുമ്പലായി വരും. വചനം അതാണ് പറയുന്നത്, മുമ്പന്മാര് ബിംബന്മാരും ബിംബന്മാരും മുമ്പന്മാരുമായി മാറും. അതാണ് ഇവിടെ കാണുന്നത്. കർത്താവ് തന്റെ രഹസ്യം വെളിപ്പെടുത്തുവാൻ ആദ്യം തിരഞ്ഞെടുത്തത്, തന്റെ ഐഡന്റിറ്റി വെളിപ്പെടുത്തുവാൻ, ജീവനുള്ള ജലം പ്രദാനം ചെയ്യുവാൻ ഈ സ്ത്രീയെ ദൈവം തിരഞ്ഞെടുക്കുകയാണ്. അപ്പൊ സ്ത്രീയുടെ സാക്ഷ്യം നിങ്ങൾ അവിടെ ശ്രദ്ധിക്കേണ്ടതാണ്. സ്ത്രീ എന്താ അവിടെ ചെയ്തതെന്നറിയാമോ? 28-ാം വാക്യത്തിൽ കാണുന്ന, അവൾ തന്റെ പാത്രം അവിടെ ഉപേക്ഷിച്ചു. പ്രൈസ് ദി ലോർഡ്. അവൾ എന്തിനാ വന്നത് ആ കെന്റിങ്കരയിൽ? ഒരല്പം വെള്ളത്തിന് വേണ്ടി. ഇപ്പോൾ ആ ഒരു ആവശ്യം അവൾക്ക് സെക്കൻഡറി ആയി മാറി. ആ പാത്രം അവൾ അവിടെ ഉപേക്ഷിച്ച് നഗരത്തിലേക്ക് മടങ്ങുക. അപ്പൊ ഞാൻ ഓർത്തു, അറ്റ്ലീസ്റ്റ് അവൾ വീട്ടിലേക്ക് പോവാ, ഒരു കുടം പാത്രമെങ്കിലും ചുമ്മിക്കൊണ്ട് പോവും, ഇത്രയും ദൂരം നടന്നു വന്നല്ലേ. എന്നാൽ അവൾക്ക് ആ പ്രയോറിറ്റി മാറിയത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ. അവൾ വെള്ളം എടുക്കുന്ന കാര്യം അവൾക്ക് വിഷയമല്ല. ഇനി തിരിച്ച് പട്ടണത്തിൽ പോകുമ്പോൾ ഒരു കുടം വെള്ളമെങ്കിലും കൊണ്ടുപോകായിരുന്നു അവൾക്ക്. അവൾ ആ വിഷയം മറന്നുപോയി. അവൾക്കിപ്പോൾ പ്രാധാന്യം കിണറ്റിലെ വെള്ളമല്ല, ജീവനുള്ള വെള്ളമാണ് ആ സ്ത്രീക്ക് ഇപ്പോൾ പ്രാധാന്യം. അവളിൽ എങ്ങനെയാണ് ഈ പരിവർത്തനം വന്നതെന്ന് നമ്മളിത് മനസ്സിലാക്കേണ്ടതുണ്ട്. അത് വളരെ കൃത്യമായിട്ട് യോഹന്നാൻ അത് എടുത്തു പറയുകയാണ്. അവളെ പാത്രം അവിടെ ഉപേക്ഷിച്ചെന്ന വന്നത് പാത്രവുമായിട്ടാ, വെള്ളത്തിന് വേണ്ടിയാ വന്നത്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ആ വെള്ളത്തെ അവളെ 2-ാം സ്ഥാനത്താക്കിക്കൊണ്ട് മറ്റെന്തോ അവൾ കണ്ടെത്തിയിരിക്കുന്നു. അതാണ് ആ മശിഹ. സ്തോത്രം. ആ മശിഹയെ കിട്ടിയതാണ് അവളുടെ ജീവിതത്തിന് മാറ്റം വന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ തന്റെ നഗരത്തിൽ നിങ്ങൾ അവളുടെ സാക്ഷ്യം ഒന്ന് നോക്കണം. അവൾ സൂക്ഷ്മമായി പരിശോധിക്കേണ്ട ഒരു വിഷയങ്ങൾ അതിലൂടെ എഴുതി വെച്ചിട്ടുണ്ട്. കാരണം അവൾ സാക്ഷ്യം പറയുന്നത് വെറുതെ വ്യാജം പറയുമല്ല, അതിനകത്തൊരു സത്യസന്ധതയുണ്ട് അല്ലേ. ഓണസ്റ്റിയോടുകൂടി അവളുടെ സാക്ഷ്യം പറയുന്നു. 29-ാം വാക്യം ജനത്തോട് പറയുക, ഞാൻ ചെയ്തതൊക്കെയും എന്നോട് പറഞ്ഞ ഒരു മനുഷ്യനെ വന്ന് കാൺമീൻ, അവൻ പക്ഷേ ക്രിസ്തു ആയിരിക്കുമോ? കണ്ടോ? ആ സ്ത്രീ ആദ്യം ആ നാട്ടുകാരിൽ ഒരു ജിജ്ഞാസ ഉളവാക്കുകയാണ്. എന്താ ജിജ്ഞാസ? ഒരു ആശങ്ക, ആശങ്കയല്ല, ഒരു ക്യൂരിയോസിറ്റി ഉളവാക്കുകയാണ്. മുന്നമേ യേശു ഇവളിൽ ഇതുപോലൊരു ക്യൂരിയോസിറ്റി ഉണ്ടാക്കിയായിരുന്നു അല്ലേ. 10-ാം വാക്യത്തിൽ, നിന്നോട് കുടിപ്പാൻ ചോദിക്കുന്നവൻ ആരെന്ന് നീ അറിഞ്ഞിരുന്നെങ്കിൽ. അവൾക്കൊരു ക്യൂരിയോസിറ്റി, ഇത് ആരാണെന്ന്. ഇതുപോലെ ഇവള് ജനത്തിൽ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാക്കുക. ഇവൻ എൻ്റെ ചരിത്രം പറഞ്ഞവനാണ്, ഒരുപക്ഷെ ഇവൻ ക്രിസ്തു ആയിരിക്കുമോ? ക്യൂരിയോസിറ്റിയായി ജനത്തിന്. അപ്പൊ യേശുവിനെ കുറിച്ച് തനിക്ക് ലഭിച്ച ആ ബോധ്യം അവൾ ജനത്തോട് വിളിച്ചു പറയുകയാണ്. അവൾ അവിടെ പോയി ഒരു പ്രസംഗം നടത്തുന്നതായിട്ടൊന്നും കാണുന്നില്ല. സ്വന്തം നാട്ടിൽ പോയി പ്രസംഗിച്ചെന്നോ കുറെ സമയം അവിടെ പ്രഭാഷണം നടത്തിയതായിട്ടൊന്നുമല്ല പറയുന്നത്. സ്വന്തം ജീവിത കഥ മറച്ചു വെക്കാതാ പറയുന്നത് അല്ലേ. പൂർണ്ണമായി അവളുടെ ലൈഫിനെ അവൾ അംഗീകരിച്ചുകൊണ്ട് തന്റെ നാട്ടിൽ പോയി പറയുക. എന്താ അവിടെ വായിച്ചത്? ഞാൻ ചെയ്തതൊക്കെയും എന്നോട് പറഞ്ഞ ആ മനുഷ്യൻ, ഞാൻ ചെയ്തതൊക്കെയും സ്വന്തം അനുഭവത്തെ തെളിവായി ഉപയോഗിച്ചുകൊണ്ട് പറയുക. അപ്പം കാരണം ഇവളുടെ ജീവിത അനുഭവം നാട്ടുകാർക്കൊക്കെ അറിയാം, ഇവളുടെ അവസ്ഥ എന്താണെന്ന്. അപ്പൊ ആരും സ്വന്തം ലൈഫിനെ വെച്ച് ആരും പന്താടത്തില്ല. അപ്പൊ ആ നാട്ടുകാർ നോക്കിയപ്പോൾ ശരിയാണല്ലോ, ഇവൾ ഒരിക്കലും ഇതുവരെ ഇങ്ങനെ പറഞ്ഞിട്ടില്ല. ആ സമൂഹത്തിലെ ഏറ്റവും കുറഞ്ഞ വിശ്വസനീയമായ ഒരു വ്യക്തിയായിരുന്നു, ദ ലീസ്റ്റ് ക്രെഡിബിൾ പേഴ്സൺ.
ഇതിനു മുമ്പ് അവൾ പറയുന്ന വാക്കുകളൊന്നും ആരും ക്രെഡിബിൾ ആയിട്ട് എടുക്കത്തില്ല, തള്ളിക്കളയും. അവൾ പറയുന്നതിന് യാതൊരു വാല്യൂവും കൽപ്പിക്കാത്തൊരു നാട്ടുകാരായിരുന്നു. പക്ഷെ ഇപ്പോൾ അവൾ പറയുക, നിങ്ങൾക്ക് എൻ്റെ ജീവിതം അറിയാമല്ലോ, എന്നാൽ എന്നെ അറിയാത്ത ഒരുവൻ എന്നെ വായിച്ചു, എന്നെ പഠിച്ചു, എന്നെ കുറിച്ച് ആലോചന പറഞ്ഞു. അവൻ ഒരുപക്ഷെ ക്രിസ്തുവാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട്, നിങ്ങളൊന്ന് വന്നു കാണ്. സ്തോത്രം. അവനൊരു അസാധാരണ വ്യക്തിയാണ്, അവനൊരു പ്രവാചകനാന്ന് എനിക്ക് തോന്നുന്നു. പ്രവാചകനേക്കാളും കൂടുതൽ അവനൊരു മശിഹയാണോ എന്ന്, കഴിഞ്ഞ നാളുകളിൽ നമ്മൾ കാത്തിരുന്നവൻ ഇവനാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. അതുകൊണ്ട് നിങ്ങൾ വന്നൊന്ന് കാണ്. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ആൾക്കാരിൽ മാറ്റം ഉണ്ടാക്കി. സ്വന്തം അയോഗ്യതയെ, അല്ലേ, അയോഗ്യത എടുത്തുകൊണ്ട് അത് അവളുടെ സാക്ഷ്യമാക്കിക്കൊണ്ട് അവൾ സംസാരിക്കുന്നത്. നേരത്തെ അവൾ മനുഷ്യരിൽ നിന്ന് മാറി നടന്ന വ്യക്തിയായിരുന്നു. തന്നെ ആരും അറിയരുതെന്ന് വെച്ച് നട്ടുച്ചയ്ക്കൊക്കെ വെള്ളം കോരുവാൻ അവൾ വന്നിരുന്നത്. എന്നാൽ ഇപ്പോൾ അതേ നട്ടുച്ചയ്ക്ക് അവൾ തൻ്റെ ജീവിതത്തെ സാക്ഷ്യമാക്കിക്കൊണ്ട് ആ നാട്ടുകാരുടെ അടുത്തേക്ക് ചെല്ലുകയാ. വാട്ട് എ മാർവലസ് ചേഞ്ചിങ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പലപ്പോഴും നമ്മുടെ ജീവിതം ഒരു സാക്ഷ്യമായി മാറണം. ദൈവം നിന്നെ ചില രോഗത്തിൽ നിന്ന് വിടുവിച്ചത് ഒരു സാക്ഷ്യമാകാൻ വേണ്ടിയാ. മരണത്തിൽ നിന്ന് വിടുവിച്ചത് സാക്ഷ്യമാകാൻ വേണ്ടിയാ. പാപത്തിന്റെ കുഴഞ്ഞ ചേറ്റിൽ നിന്ന് നിന്നെ വലിച്ചു കയറ്റിയത് സാക്ഷ്യമാകാൻ വേണ്ടിയാ. നിന്റെ ഭവനത്തിന് ദൈവം അത്ഭുതം ചെയ്തത് സാക്ഷ്യമാകാൻ വേണ്ടിയതാ. ഈ സ്ത്രീയുടെ ഈ സാക്ഷ്യം ഫലം കണ്ടെന്നുള്ളതാ. ഹല്ലേലൂയ. അതവിടെ സക്സസ് ആയി. ജനം അവളുടെ വാക്ക് കേട്ട് യേശുവിലേക്ക് ഓടി വരുന്ന ചരിത്രമാണ് പിന്നെ കാണുന്നത്. നമ്മുടെ സാക്ഷ്യവും പ്രിയപ്പെട്ടവരെ പലരെയും യേശുവിലേക്ക് അടുപ്പിക്കണം. അതല്ലേ നമ്മൾ 30-ാം വാക്യത്തിൽ വായിക്കുന്നത്. അവർ പട്ടണത്തിൽ നിന്ന് പുറപ്പെട്ട് അവന്റെ അടുക്കൽ വന്നു. സ്തോത്രം. അതാണ് നമ്മളവിടെ വായിച്ച സന്ദർഭം. ഇനി നമ്മൾ മുമ്പോട്ട് വായിക്കുമ്പോൾ 39 മുതൽ 42 വരെയുള്ള വാക്യമാണ് ഇതിനോട് കണക്റ്റഡ് ആയിട്ടുള്ള വാക്യമാണ്. 39 മുതൽ 42 വരെ. അത് കഴിഞ്ഞേച്ച് നമുക്ക് 31 മുതൽ 38 വരെ നോക്കാം. ആദ്യം 39 മുതൽ 42 വരെ വായിച്ചാട്ടെ. ഞാൻ ചെയ്തതൊക്കെയും അവൻ എന്നോട് പറഞ്ഞു എന്ന് സ്ത്രീ സാക്ഷ്യം പറഞ്ഞ വാക്ക് നിമിത്തം ആ പട്ടണത്തിലെ പല ശമര്യരും അവനിൽ വിശ്വസിച്ചു. അങ്ങനെ ശമര്യർ അവന്റെ അടുക്കൽ വന്ന് തങ്ങളോട് കൂടെ പാർക്കണമെന്ന് അവനോട് അപേക്ഷിച്ചു. അവൻ 2 നാൾ അവിടെ പാർത്തു. ഏറ്റവും അധികം പേർ അവന്റെ വചനം കേട്ട് വിശ്വസിച്ചു. ഇനി നിന്റെ വാക്കുകൊണ്ടല്ല ഞങ്ങൾ വിശ്വസിക്കുന്നത്, ഞങ്ങൾ തന്നെ കേൾക്കുകയും അവൻ സാക്ഷാൽ ലോകരക്ഷിതാവ് എന്ന് അറിയുകയും ചെയ്തിരിക്കുന്നു എന്നു സ്ത്രീയോട് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. നമ്മൾ പറഞ്ഞു വന്നത്, സ്ത്രീ ആദ്യം വെള്ളം കോരാൻ വന്നു. അവിടെ യേശുവിനെ അവളെ കണ്ടുമുട്ടുകയാ. അവളുടെ ജീവിതത്തെ കർത്താവ് വെളിപ്പെടുത്തുന്നു. കുറ്റപ്പെടുത്തിയല്ല, അവളെ ഇടിച്ചു താക്കുന്നില്ല, അവളെ നിന്ദിക്കുന്നില്ല, പരിഹസിക്കുന്നില്ല. അവളുടെ ജീവിതം യേശുവിൻ്റെ അടുത്ത് വരുമ്പോൾ അത് എക്സ്പോസ്ഡ് ആയിത്തീരുക. അവൾക്ക് ബോധ്യപ്പെടുക, എന്നെ അറിയുന്ന ഒരുത്തനുണ്ട്. അവളുടെ ജീവിതത്തിൽ വന്ന രൂപാന്തരത്താൽ പിന്നെ കാണുന്നത് അവൾ പാത്രം ഉപേക്ഷിക്കുക. അവൾ ഏത് ഉദ്ദേശത്തിനോട് വന്നോ അതവൾക്ക് സെക്കൻഡറി ആയി മാറി. അവിടുന്ന് തുടർന്ന് കാണുന്നത് അവൾ ഒരു സാക്ഷിയായി മാറുക. ബിക്കം എ വിറ്റ്നസ്. അവർ ഒരു സാക്ഷിയായി മാറിക്കഴിഞ്ഞപ്പോൾ സംഭവിക്കുന്നത്, അവളുടെ സാക്ഷ്യത്തിലൂടെ ദൈവത്തിന്റെ ആത്മാവ് ആ ദേശത്ത് പ്രവർത്തിക്കുന്നു. ആ ജനം യേശുവിലേക്ക് കടന്നു വരിക. തുടർന്ന് നമ്മൾ കാണുന്ന ഭാഗമാണ് നമ്മളിപ്പോൾ വായിച്ചത്, 39-ാം വാക്യം. വിശ്വാസത്തിന്റെ 2 സ്റ്റേജസ് ഓഫ് ബിലീഫ്, അതാണ് നമ്മൾ അവിടെ കണ്ടത്. വിശ്വാസത്തിന്റെ 2 ഘട്ടങ്ങൾ അവിടെ കാണുന്നുണ്ട്. 2 ഘട്ടങ്ങൾ. ഒന്നാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത്, സ്റ്റേജ് 1 എന്ന് പറഞ്ഞ് ബിലീവിങ് ത്രൂ ടെസ്റ്റ് മണി. ഒരാളുടെ സാക്ഷ്യം കാരണം ജനം വിശ്വസിക്കുക. സ്ത്രീയുടെ സാക്ഷ്യം കാരണം എന്തായി? ജനം വിശ്വസിക്കുന്നു. സ്റ്റേജ് 2, 2-ാം ഘട്ടത്തിൽ എന്താ കാണുന്നത്? ആ വന്ന വ്യക്തികൾ നേരിട്ടുള്ള വ്യക്തിപരമായ ബന്ധം കാരണം വിശ്വസിക്കുന്ന ഭാഗമാണ് 2-ാമത്തെ ഭാഗം. ഇതിൽ ഏതാ വലുത്? ഏതെങ്കിലും വലുതാന്ന് പറയാൻ പറ്റും? ഇതാണോ വലുത്, ഇതാണോ വലുത്? തിരുവെഴുത്തിന്റെ അടിസ്ഥാനത്തിൽ ഇത് രണ്ടും ഈക്വലാണ്. രണ്ടും ഒരുപോലെ പ്രാധാന്യമുള്ളതാണ്. ഒന്ന് മറ്റൊന്നിനേക്കാളും വലിയതല്ല, ഒന്ന് മറ്റൊന്നിനേക്കാളും ചെറുതുമല്ല. ഇപ്പൊ സ്ത്രീയുടെ സാക്ഷ്യമാണ് അവരെ യേശുവിന്റെ അടുത്തേക്ക് കൊണ്ടെത്തിച്ചത്. ശേഷം യേശുവിന്റെ തന്നെ വാക്കുകൾ കേട്ട വസ്തുതകൾ അവർ സ്ഥിരീകരിക്കുക. ഇവള് പറഞ്ഞതൊക്കെ ശരിയാണോ? ഇവള് പറഞ്ഞതുമായിട്ട് കറക്റ്റ് ആണോ?
അവർക്കത് ബോധ്യപ്പെടുകയാണ്. അവർ കേട്ട വാക്കുകൾ യേശുവിന്റെ അടുത്ത് വരുമ്പോൾ യേശുവിന്റെ വാക്കുകൾ കൂടി ആ ആലോചന ആഴത്തിലേക്ക് അവർ ഇറങ്ങുകയാണ്. സുവിശേഷം എപ്പോഴും ഈ രീതിയിലാണ് പ്രഘോഷിപ്പിക്കപ്പെടുന്നത്. വ്യക്തികളിൽ നിന്ന് വ്യക്തികളിലേക്ക്, ഒരാളുടെ സാക്ഷ്യം മറ്റൊരാളെ ക്രിസ്തുവിങ്കിലേക്ക്, ക്രിസ്തുവുമായിട്ടുള്ള ബന്ധത്തിലേക്ക് നയിക്കുകയാണ്. ആ ബന്ധത്തിൽ എത്തിക്കഴിയുമ്പോൾ സ്വതന്ത്രമായ ഒരു ബോധ്യത്തിലെത്തും. അന്നേരമാണ് ഒരുവന് തീരുമാനമെടുക്കാൻ പറ്റുന്നത്, യേശു എൻ്റെ രക്ഷകൻ. പ്രൈസ് ലോർഡ്. അതുകൊണ്ട് ഇത് രണ്ടും പ്രാധാന്യമാണ്. അപ്പൊ അവര് ഇവിടെ നമ്മൾ കാണുന്ന അവർ യേശുവിന് കൊടുക്കുന്ന ഒരു സ്ഥാനപ്പേരുണ്ടല്ലേ, യേശുവിന് കൊടുക്കുന്ന സ്ഥാനപ്പേര് എന്താ അവിടെ കൊടുക്കുന്നത്? ലോകത്തിന്റെ രക്ഷകൻ. പ്രൈസ് ലോർഡ്. ഇപ്പം മസിഹ എന്ന വാക്കിൽ നിന്ന് അടുത്ത പ്രോഗ്രസീവ് റെവലേഷനിലേക്ക് മാറുകയാ. സേവിയർ ഓഫ് ദ വേൾഡ്. ഇസ്രായേലിന്റെ രക്ഷകനെന്നും അല്ല പറഞ്ഞത്, നീതിമാന്മാരുടെ രക്ഷകനെന്നും അല്ല പറഞ്ഞത്, ലോകത്തിന്റെ രക്ഷകൻ, കോസ്മോസ്, സകല മാനവജാതികളുടെയും രക്ഷകൻ. അപ്പൊ യഹൂദന്മാരുടെ ദൃഷ്ടിയിൽ നിന്ദിക്കപ്പെട്ട, വെറുക്കപ്പെട്ട ഒരു അർദ്ധവർഗക്കാര് എന്ന് പറഞ്ഞാൽ ഹാഫ് ബ്രീഡ്സ്, പകുതി അസീറിയൻസും പകുതി യഹൂദന്മാരും ആയ ഈ വ്യക്തികൾ, യഹൂദന്മാരാൽ വെറുക്കപ്പെട്ട മനുഷ്യർ. യോഹന്നാന്റെ സുവിശേഷത്തിൽ യേശുവിന്റെ രക്ഷയുടെ സാർവത്രിക വ്യാപ്തി മനസ്സിലായ. സുവിശേഷത്തിന്റെ ഒരു ഫോക്കസ് എന്താ? ഇസ്രായേൽ മാത്രമല്ല, ലോകവ്യാപകമായിട്ടുള്ള ഒരു സാർവത്രിക വ്യാപ്തിയുണ്ട്. അത് വ്യക്തമാക്കുന്ന ആദ്യത്തെ ആൾക്കാരാണ് ഈ ശമരിയക്കാര്. പ്രൈസ് ദി ലോർഡ്. മനസ്സിലായോ ഞാൻ പറയുന്നത്? ഇവാഞ്ചലിസത്തിന്റെ ഓപ്പണിംഗ്, ലോകവ്യാപകമായിട്ടുള്ള ദൈവത്തിന്റെ ആ കാഴ്ചപ്പാട്, അത് ആദ്യം വന്ന് എത്തുന്ന എവിടെയാ? ഏത് ഗ്രൗണ്ടിലോട്ടാ? യഹൂദന്മാര് കഴിഞ്ഞേച്ച് ശമരിയ എന്ന പട്ടണത്തിലാണ് ആദ്യം വന്ന് വീഴുന്നത്, ആ വിത്ത് വീഴുന്നത്. അപ്പൊ ദൈവശാസ്ത്രപരമായ ഒരു ഉൾക്കാഴ്ച തുറക്കപ്പെട്ടത് ഈ തള്ളപ്പെട്ടവരുടെ ഹൃദയത്തിലാ. സ്തോത്രം. യഹൂദന്മാരിലല്ല, ഇവരുടെ ഉള്ളിലാണ് ആ വെളിച്ചം വീശത്. ഇവൻ മിശിഹയാണ്, ഇവന് സ്തോത്രം, ഇവൻ ലോകത്തിന്റെ രക്ഷകനാണെന്ന് ഇവര് ഇൻട്രൊഡ്യൂസ് ചെയ്ത കർത്താവിന്. പ്രൈസ് ദി ലോർഡ്. 40-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നത് യേശു അവിടെ 2 നാൾ പാർത്തെന്ന. 2 days he stayed there. ശമരിയർ അവരോട് അവിടെ പാർക്കാൻ പറഞ്ഞു. യേശുവും ശിഷ്യന്മാരും അവിടെ പാർക്കുവാനിടയായി. ഒരിക്കലും ചിന്തിക്കാൻ പറ്റാത്തൊരു കാര്യമല്ലേ അവിടെ നടന്നത്. ശിഷ്യന്മാർക്ക് ഇത് എങ്ങനെ ഉൾക്കൊള്ളാൻ കഴിഞ്ഞു എന്ന് എനിക്കിപ്പോഴും സംശയമാണ് ആ ഒരു സമയത്ത്. കാരണം യേശുവിന്റെ സ്വാധീനം മനുഷ്യരിൽ കാര്യമായ മാറ്റം വരുത്തിയത്. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഇതിനകത്തൊക്കെ എഴുതി വെച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഓരോന്നോരോന്ന് ഞാൻ പറയുന്നതിനകത്തുണ്ട്. നിങ്ങളിത് വായിക്കുന്നുണ്ടെന്ന് ഞാൻ ഗ്രഹിക്കുക. കാരണം ഇത് വീണ്ടും ഇത് എടുത്ത് പറയാൻ പോയാൽ നമ്മുടെ സമയം തികയത്തില്ല. ഞാൻ നോട്ട്സ് അതിന്റെ രീതിയിലാണ് അത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പൊ യേശുവിന്റെ സ്വാധീനം മനുഷ്യരിൽ കാര്യമായ മാറ്റം വരുത്തും. സംസാരിക്കാൻ പോലും അനുവാദമില്ലാത്ത ഒരു സമൂഹത്തോടു കൂടെ യേശുവും ശിഷ്യന്മാരും 2 നാൾ പാർക്കുക, അവരുടെ കൂടെ ഭക്ഷണം കഴിക്കുക, അവരിൽ ഒരാളായിട്ട് അവരുടെ കൂടെ 2 ദിവസം ജീവിക്കുക. യേശു ഈ ലോകത്തെ സ്നേഹിച്ചു എന്ന് വെളിപ്പെടുത്തുന്ന ഒരു വലിയ ചിത്രമാണ് നമ്മൾ ഇവിടെ കാണുന്നത്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, യേശു നിങ്ങളെ സ്നേഹിക്കും. എത്ര പാപിയാണെങ്കിലും, ഏത് ജാതി മത ഭാഷ വ്യത്യാസമന്യേ സകല മനുഷ്യരെയും സ്നേഹിക്കുന്ന യേശുവിന്റെ സ്നേഹം നിങ്ങളിലേക്ക് അടുത്തു വരികയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതാണ് 39 മുതൽ 42 വരെ നമുക്ക് കാണാൻ പറ്റുന്നത്. ഇനിയും വേഗത്തിൽ നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ 31, 32 വാക്യങ്ങൾ നമ്മൾ അതിൻ്റെ അടുത്തൊരു ഭാഗമാണത്. അത് ആ വാക്യം വായിച്ചാട്ടെ. 31, 32. അതിനിടയിൽ ശിഷ്യന്മാർ അവനോട്, റബ്ബി, ഭക്ഷിച്ചാലും എന്ന് അപേക്ഷിച്ചു. അതിന് അവൻ, നിങ്ങൾ അറിയാത്ത ആഹാരം ഭക്ഷിപ്പാൻ എനിക്ക് ഉണ്ട് എന്നവരോട് പറഞ്ഞു. ആകയാൽ വല്ലവനും അവന് ഭക്ഷിപ്പാൻ കൊണ്ടുവന്നുവോ എന്ന് ശിഷ്യന്മാർ തമ്മിൽ പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ഇനി തുടർന്ന് കാണുന്നത് വിളവെടുപ്പിനായിട്ടുള്ള വിളഞ്ഞ വയലുകളെ കുറിച്ച് അവിടെ നമ്മൾ കാണുന്ന ഒരു ഭാഗമാണ് നമ്മളവിടെ വായിച്ച് കേട്ടത്. ആ ഒരു ഭാഗമാണ് നമ്മളവിടെ
വായിക്കുന്നത്. ഇവിടെയും ശിഷ്യന്മാർക്ക് നഷ്ടപ്പെട്ടു പോയ ചില കാര്യങ്ങൾ നമ്മൾ അവിടെ മനസ്സിലാക്കണം. 31, 32 വാക്യത്തിൽ നമ്മൾ വായിക്കുമ്പോൾ യേശു കർത്താവ് വലിയ ശക്തമായ സുവിശേഷം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ ശിഷ്യന്മാർ അപ്പവുമായിട്ട് മാർക്കറ്റിൽ നിന്ന് വരുന്നത്. ശിഷ്യന്മാരുടെ ശ്രദ്ധ പെട്ടെന്ന് അവർക്ക് ഭക്ഷണം കഴിക്കാനുള്ള ശ്രദ്ധയാണ്. ഏത് മീറ്റിങ്ങിലും ഫുഡുള്ള മീറ്റിംഗ് ഉണ്ടെങ്കിൽ ആളും കൂടും, ഇൻട്രസ്റ്റും ആണ് പോകാനല്ലേ. അപ്പൊ ശിഷ്യന്മാർക്ക് വല്ല വിധേന ഈ ഫുഡൊന്ന് കഴിക്കണം. അവർ വാങ്ങിക്കൊണ്ട് വന്നത് യേശുവിന് കൊടുക്കുന്നതായിട്ട് നമ്മളവിടെ വായിക്കുന്നുണ്ട്. എന്നിട്ട് പറയുകയാണ്, റബി ഭക്ഷിച്ചാലും എന്ന് അപേക്ഷിക്കുക. യേശു എന്താ പറഞ്ഞത്? നിങ്ങൾ അറിയാത്ത ആഹാരം ഭക്ഷിപ്പാൻ എനിക്കുണ്ട്. അപ്പൊ ശിഷ്യന്മാർക്ക് അന്നേരം ഇത് ഗ്രഹിക്കാൻ പറ്റുന്നില്ല. ശിഷ്യന്മാർ ചോദിക്കുന്നത് എന്താ? വല്ലവനും അവന് ഭക്ഷിപ്പാൻ കൊണ്ടുവന്നുവോ എന്ന് ശിഷ്യന്മാര് തമ്മിൽ പറഞ്ഞു. അപ്പൊ ഈ സുവിശേഷത്തിൽ ഇത് 2ാം തവണയാണ് ഈ ആത്മീക പ്രസ്താവനയെ പൂർണ്ണമായി ഭൗതിക തലത്തിൽ ഇവർ ചിന്തിക്കുന്നത്. അപ്പൊ ഇതിനകത്ത് ഈ പറയുന്ന യോഹന്നാൻ ഉൾപ്പെടെ ഉണ്ടെന്ന് ഓർത്തോണം. ഈ സുവിശേഷം എഴുതുന്ന യോഹന്നാൻ തന്നെ പ്രതിക്കൂട്ടിലാക്കിയ ഈ പറയുന്നത് അല്ലേ. ഈ അക്ഷരീകമായ ചിന്ത യോഹന്നാന് പോലും അന്നേരം ഇത് ചിന്തിക്കാൻ പറ്റിയില്ല. 3-ാം അധ്യായത്തിൽ നമ്മൾ വായിച്ച നിക്കോദീമോസും ഇതുപോലെ അക്ഷരീകമായി ഉള്ള ചിന്താഗതിക്ക് സമാനമായിട്ടാണ് ഇതിനെ കണക്ട് ചെയ്ത് പറയുന്നത്. നിക്കോദീമോസും പറയുന്നുണ്ട്, അമ്മയുടെ ഉദരത്തിൽ എങ്ങനെ കയറി ജനിക്കാൻ പറ്റും? അപ്പൊ യേശു കർത്താവിന്റെ ആത്മീക തലത്തിലുള്ള കാഴ്ചപ്പാട് ശിഷ്യന്മാർക്ക് ഇതുവരെയും വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. എന്താണ് അവന്റെ ഭക്ഷണം? അവന്റെ ഭക്ഷണം എന്താണ്? അവിടെ തന്നെ നമ്മൾ വായിക്കുന്നുണ്ട് 34-ാം വാക്യം, പിതാവിന്റെ ഇഷ്ടം ചെയ്ത്. 34-ാം വാക്യം വായിക്കുന്നത്, യേശു അവരോട് പറഞ്ഞത്, എന്നെ അയച്ചവന്റെ ഇഷ്ടം ചെയ്ത് അവന്റെ പ്രവൃത്തി തികയ്ക്കുന്നത് തന്നെ എൻ്റെ ആഹാരം. പിതാവിന്റെ ഇഷ്ടം ചെയ്യുക എന്നുള്ളതാണ് കർത്താവിന്റെ ഭക്ഷണം എന്ന് കർത്താവ് ഡയറക്റ്റ് വിളിച്ചു പറയുക. യേശു പറയുക, അതാണ് എൻ്റെ ഉപജീവനം, അതാണ് എന്നെ ഊർജ്ജസ്വലമാക്കുന്നത്, എന്നെ തൃപ്തിപ്പെടുത്തുന്നത് എൻ്റെ പിതാവിന്റെ ജോലി ചെയ്യുന്നതാണ്. അപ്പൊ ശമരിയ സ്ത്രീയുടെ ഒരു മാനസാന്തരം യേശുവിന്റെ ശുശ്രൂഷയുടെ നേട്ടം എന്ന നിലയിൽ മാത്രമല്ല, യേശുവിനെ അയച്ചതിന്റെ ഉദ്ദേശം കർത്താവ് കൃത്യമായി ചെയ്തു എന്ന് കാണിക്കുന്ന ഒരു സംഭവം കൂടെയാണ്. അവിടെ മാത്രം ചെയ്യാന്നുള്ളതല്ല, കർത്താവ് ഒരു ഡ്യൂട്ടി തന്റെ പിതാവ് തന്നെ ഏൽപ്പിച്ച ശുശ്രൂഷ വളരെ കൃത്യമായ നിലയിൽ കൃത്യസമയത്ത് കർത്താവ് അത് ചെയ്തു തീർത്തു. ഇത് തന്നെയാണ് കർത്താവ് അയക്കുന്ന തൻ്റെ ജനത്തോടും ദൈവം ആഗ്രഹിക്കുന്നത്. നമ്മൾ ഐക്യപ്പെട്ടവരാ. നമ്മളെക്കുറിച്ചും കർത്താവ് ആഗ്രഹിക്കുന്നത് ഈ ശുശ്രൂഷ ചെയ്യാൻ വേണ്ടിയാ. എന്താണ്? അനുസരണമാണ് ഭക്ഷണം. ഫുഡ് നമ്മുടെ വയറിന് കൊള്ളാം, നമ്മുടെ ശരീരത്തിന്റെ ആവശ്യങ്ങൾക്ക് നല്ലതാ അല്ലേ, എന്നാൽ അത് വേഗത്തിൽ ദഹിച്ചു പോകും. എന്നാൽ നമ്മുടെ അന്തരാത്മാവിന് വേണ്ടുന്നത് മാത്രമേ നിലനിൽക്കത്തുള്ളൂ. ആ വിളിയും ഉപജീവനവും തമ്മിലുള്ള സംയോജനത്തിന്റെ ഒരു തലമാണ് നമ്മൾ കാണുന്നത്. ഒരാൾക്ക് ഭക്ഷണം വേണം. കർത്താവ് അവിടെ പറയുന്ന ആത്മീയ വിഷയത്തെക്കുറിച്ച്. പല ആൾക്കാരും ഈ ഫിസിക്കൽ ഫുഡിൽ നിന്ന് സ്പിരിച്വൽ ഫുഡിലോട്ട് വരാൻ പറ്റുന്നില്ല. ഫോക്കസ് എല്ലാം സ്പിരിച്വൽ. എത്ര ശ്രമിച്ചാലും പിന്നെയും ഭൗതികത്തിലേക്ക് പോകുന്ന മനസ്സാണ് പലപ്പോഴും ഈ മനുഷ്യന് പറ്റിപ്പോകുന്നത്. ദൈവം ആഗ്രഹിക്കുന്നത് നമ്മളുടെ ഹൃദയം ഈ ലോകപരമായ അവസ്ഥകളിൽ നിന്ന് ദൈവം ആഗ്രഹിക്കുന്ന അളവിലേക്ക് നമ്മൾ തിരിയണമെന്നുള്ളതാണ് നമ്മൾ അവിടെ വായിച്ചു കേട്ടത്. തുടർന്ന് അതിന്റെ 35-ാം വാക്യം വായിച്ചാട്ടെ. 35-ാം വാക്യം. ഇനി 4 മാസം കഴിഞ്ഞിട്ട് കൊയ്ത്തു വരുന്നു എന്ന് നിങ്ങൾ പറയുന്നില്ലയോ? നിങ്ങൾ തല പൊക്കി നോക്കിയാൽ നിലങ്ങൾ ഇപ്പോൾ തന്നെ കൊയ്ത്തിന് ഇരിക്കുന്നത് കാണും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. അപ്പം വിളവെടുപ്പിന് വയലുകൾ വിളഞ്ഞു കിടക്കുന്ന ഭാഗമാണ് നമ്മൾ ഇപ്പോൾ വായിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. വീഡിയോ ഓഫ് ആയിരുന്നു. സെക്കൻഡ്.
വായിക്കുന്നത്, ഇനി 4 മാസം കഴിഞ്ഞിട്ട് കൊയ്ത്ത് വരുന്നു എന്ന് നിങ്ങൾ പറയുന്നില്ലയോ? നിങ്ങൾ തലപൊക്കി നോക്കിയാൽ നിലങ്ങൾ ഇപ്പോൾ തന്നെ കൊയ്ത്തിന് വെളുത്തിരിക്കുന്നത് കാണും. അപ്പൊ യേശു ഒരു സാധാരണ കാർഷിക ഒരു പഴഞ്ചൊല്ലല്ലേ അവിടെ വായിച്ചത്? ഒരു പഴഞ്ചൊല്ല്, ഒരു പ്രോവേബ്സ്, അതിനെ കടമെടുത്തുകൊണ്ടാണ് കർത്താവ് ഇവിടെ പറയുന്നത്. എന്ന് പറഞ്ഞാൽ വിത്ത് നടുന്നത് സാധാരണ നവംബർ ഡിസംബർ മാസങ്ങളില്ല. അവിടെ നടുന്നത് നവംബർ ഡിസംബർ മാസങ്ങളിലും വിളവെടുക്കുന്നത് ഏപ്രിൽ മെയ് മാസങ്ങളിലും. അപ്പോൾ ഒരു 4 മാസത്തെ ഗ്യാപ്പ് ഉണ്ട്. നവംബറിൽ വിത്ത് നട്ടാൽ ഏപ്രിലിൽ വിള എടുക്കാം, കൊയ്ത്ത് നടക്കും. ഡിസംബറിലാണ് വിത്തിടുന്നതെങ്കിൽ മെയ്യിലേക്ക് സമയമാകും അതിനെ വിളവെടുപ്പ് നടക്കാൻ. അപ്പൊ 4 മാസത്തെ ഒരു ഗ്യാപ്പ് ഉണ്ട്. ഈ പഴഞ്ചൊല്ല്, ഈ പ്രോവേബ്സ് പ്രകൃതിയുടെ ഒരു സ്വാഭാവിക രീതിയായ ഒരു ക്ഷമയെ കുറിച്ചാണ് കാണിക്കുന്നത്, അല്ലെ ഒരു കാത്തിരിപ്പിനെ കുറിച്ചാണ് കാണിക്കുന്നത്. അല്ലെ ഇന്ന് വിത്തിട്ടിട്ട് നാളെ എടുക്കാൻ പറ്റത്തില്ല. അപ്പൊ ഒരു വെയിറ്റിംഗ് പീരീഡ് ഉണ്ട്, ഒരു കാത്തിരിപ്പിന്റെ സമയമുണ്ട്. ആ പ്രോവേബ്സ് എടുത്തുകൊണ്ടാണ് കർത്താവ് ഇവിടെ പറയുന്നത്. എന്നിട്ട് ആ പ്രോവേബ്സ് എടുത്തിട്ട് കർത്താവ് എന്താ ചെയ്യുന്നതെന്ന് അറിയാമോ? കർത്താവ് അതിന് നേരെ വിപരീതമായിട്ട് പറയുകയാണ്. നിങ്ങൾ ഇവിടെ വിത്തിട്ട് കഴിഞ്ഞാൽ സാധാരണ 4 മാസം നിങ്ങൾക്ക് കാത്തിരിക്കണ്ടേ? എന്നാൽ ഇവിടെ ഇതാ 4 മാസം പോലും കാത്തു നിൽക്കേണ്ട ആവശ്യമില്ല. വിളവ് ഇപ്പോഴേ കൊയ്യുവാൻ റെഡിയായിട്ട് വിത്തുകൾ വെളുത്ത് പാകമായിരിക്കുകയാണ്. അപ്പൊ അഗ്രികൾച്ചറൽ സൈക്കിൾസിനെ റിവേഴ്സ് ആക്കിക്കൊണ്ട് പറയുക. ഇപ്പോൾ ഇതാ വയലിലൂടെ ഈ അടുത്തു വരുന്ന ശമരിയക്കാരായ ഈ സമൂഹത്തെ കുറിച്ചാണ് യേശു സംസാരിക്കുന്നത്. ഈ സ്ത്രീയുടെ ഈ അയൽക്കാർ അവളുടെ സാക്ഷ്യത്തോട് തക്ക സമയത്ത് പ്രതികരിച്ചു. അവരുടെ കണ്ണു തുറന്നു. അവർ യേശുവിലേക്ക് കടന്നു വരികയാണ്. അപ്പൊ യേശു പറയുകയാണ്, നിങ്ങൾ തല ഉയർത്തി നോക്കുവീൻ. അങ്ങനെയല്ലേ നമ്മൾ വായിച്ചത്? നിങ്ങള് തലപൊക്കി നോക്കുവീൻ, കണ്ണു തുറക്കുവീൻ. വിളവെടുപ്പിന് ഇനി 4 മാസം ഇല്ല. അത് ഇവിടെ തന്നെ ഉണ്ട്. അത് ഇവിടെ തന്നെ സംഭവിക്കുകയാ, ഇപ്പോൾ തന്നെ എന്നാണ് കർത്താവ് ഇവിടെ പറയുന്നത്. അപ്പൊ ശിഷ്യന്മാർക്ക് തങ്ങൾ അപ്പോൾ വാങ്ങിയ ഭക്ഷണത്തിലായിരുന്നു അവരുടെ കോൺസെൻട്രേഷൻ. എന്നാൽ യേശുവിന്റെ ശ്രദ്ധ എവിടെയായിരുന്നു? ആ ഗ്രാമം തന്നിലേക്ക് കടന്നു വരുന്ന ആ വ്യക്തികളിലേക്കായിരുന്നു യേശുവിന്റെ ശ്രദ്ധ മുഴുവനും. അപ്പൊ യേശു നിത്യമായതിനെ കാണുമ്പോൾ ശിഷ്യന്മാർ അവിടെ ഈ പ്രായോഗിക കാര്യങ്ങളെ കൈകാര്യം ചെയ്യാനാണ് ശ്രമിച്ചത്. അവർ അവിടെ കണ്ട ഈ വയലുകളിൽ അക്ഷരീകമായ വിളവെടുപ്പിന് ഇനി 4 മാസം കൂടി വേണം. എന്നാൽ യേശു സംസാരിക്കുന്ന വയലുകൾ വെളുത്തും പാകമായി കിടക്കുകയാണ്. അതിലേക്കാണ് യേശു നടന്ന് നീങ്ങിയത്. നമ്മൾ 4:4 വായിച്ചപ്പോൾ യേശു ആ ദേശത്തേക്ക് കടന്നു വരേണ്ടി വന്നു ഈ വിളവെടുപ്പിന് വേണ്ടി. ഇതിനു വേണ്ടിയാണ് കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. ആർ എനിക്ക് വേണ്ടി പോകും എന്നുള്ളൊരു പ്രവചന ശബ്ദം തിരുവഴുത്തിൽ കിടപ്പുണ്ട്. വയലുകൾ വിളഞ്ഞു കിടക്കുകയാ. വിശ്വസ്തരായ വേലക്കാരെ ആവശ്യമുണ്ട്. സ്തോത്രം. അതിനുവേണ്ടി നിങ്ങൾ 4 മാസം കാത്തിരിക്കേണ്ട. കർത്താവ് പറയുക, ഇപ്പോഴേ വിളവെടുപ്പിന് സമയമായിരിക്കുന്നു. കൊയ്യാൻ ആൾക്കാരെ വേണം, വിശ്വസ്ത വേലക്കാരെ ആവശ്യമുണ്ട്. ഇതൊരു മിഷൻ കോളിംഗ് ആണ് പ്രിയപ്പെട്ടവരെ നമ്മിലുള്ളത്. ദൈവത്തിങ്കിലേക്ക് ചിലരെയും കൂടെ നേടിയെടുക്കുവാനുള്ള ഒരു വലിയ ആഹ്വാനമാണ്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ സമയം തീരാറാകുന്നില്ല. 37-38 വാക്യം കൂടെ നമുക്ക് വായിച്ച് തീർക്കാം. വിതയ്ക്കുന്നത് ഒരുത്തൻ, കൊയ്യുന്നത് മറ്റൊരുത്തൻ എന്നുള്ള പഴഞ്ചൊൽ ഇതിൽ ഒത്തിരിക്കുന്നു. നിങ്ങൾ അധ്വാനിച്ചിട്ടില്ലാത്തത് കൊയ്യുവാൻ ഞാൻ നിങ്ങളെ അയച്ചിരിക്കുന്നു. മറ്റുള്ളവർ അധ്വാനിച്ചു, അവരുടെ അധ്വാന ഫലത്തിലേക്ക് നിങ്ങൾ പ്രവേശിച്ചിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, എല്ലാ കാലങ്ങളിലും നമ്മൾ നോക്കിയാൽ ഈ ക്രിസ്തുവിന്റെ ദൗത്യം അല്ലെ കർത്താവിന്റെ മിഷൻ എങ്ങനെയാണ് യഥാർത്ഥത്തിൽ പ്രവർത്തിക്കുന്നത് എന്നതിനെ കുറിച്ചൊരു പ്രസ്താവനയാണ് നമ്മൾ വായിച്ചത്. ഇവിടെ പറയുന്നത് വിതയ്ക്കുന്നവർ ആരാണ്? ഇനിയും പറയപ്പെടുന്നു വിതയ്ക്കുന്നവർ ആരാണ് സോ ചെയ്യുന്നവർ, സോയിങ് ദ സീഡ്. നമ്മൾ പഴയ നിയമത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ വരാനിരിക്കുന്ന മശിഹ എന്ന ആശയം നട്ടുപിടിപ്പിച്ച വിത്തിട്ടത് ആരായിരുന്നു? പഴയ നിയമ പ്രവാചകന്മാർ അല്ലേ? അത് കഴിഞ്ഞും നമ്മൾ തുടർന്ന് മുമ്പോട്ട് വരുമ്പോഴോ മശിഹയ്ക്ക് വഴി ഒരുക്കിയ സ്നാപക യോഹന്നാൻ,
പിന്നെ നമ്മൾ ഇവിടെ കാണുന്നു ശമരിയ നഗരത്തിലെ മനുഷ്യരെയൊക്കെ കൂട്ടി വരുത്തിയത് കിണറ്റിനരികെ നിന്ന ആ ശമരിയ സ്ത്രീ. സ്തോത്രം. ഇവരെല്ലാം വിത്ത് വിതയ്ക്കുന്ന ആൾക്കാരാ. ഇവരെ ആ വിതയ്ക്കുന്നവർ എന്ന് പറയുന്നത് ഒരു സൈഡിൽ പഴയ നിയമ പ്രവാചകന്മാർ തങ്ങളുടെ പ്രസംഗത്താലും പ്രവചനത്താലും ആലോചനകളാലും വിത്ത് നടുകയാ. യോഹന്നാൻ സ്നാപകൻ ചെയ്തത് ഈ ജനത്തെ യേശുവിങ്കിലേക്ക് ചൂണ്ടിക്കാണിക്കുകയാ. സ്ത്രീ ചെയ്തത് തന്നെ സാക്ഷ്യമാക്കി അനേകരെ ക്രിസ്തുവിങ്കിലേക്ക് കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇവിടെ നമ്മൾ കാണുന്നത് ശിഷ്യന്മാര് ശമരിയയിൽ ഇപ്പോൾ വിളവെടുപ്പ് കൊയ്യാൻ പോയിക്കുക. അതല്ലേ നമ്മൾ വായിച്ചത്, നിങ്ങൾ നട്ടുപിടിപ്പിക്കാത്തത്, നിങ്ങൾ നനച്ചിട്ടില്ലാത്തത്, പരിപാലിക്കാത്ത ഒരു കൂട്ടം വിളകൾ. അവർ മറ്റാരൊക്കെയോ ചെയ്ത പ്രയത്നത്തിന്റെ ഗുണഭോക്താക്കളായി മാറുകയാണ്. ആ കൃഷിപ്പാടം എന്ന് പറഞ്ഞാൽ ശമരി എന്ന കൃഷിപ്പാടം അവരൊരിക്കലും വിത്തിടാൻ അവർ ആഗ്രഹിച്ചവരല്ല. ആര്? യഹൂദന്മാര്. അവരൊരിക്കലും അവരുമായിട്ട് ഇടപഴകുവാൻ താല്പര്യം കാണിക്കാത്തവരായിരുന്നു. എന്നാൽ ഒരു ശമരിയക്കാരത്തി സ്ത്രീയുടെ പങ്ക് അവിടെ വളരെ വിലപ്പെട്ടത്. കൊയ്യുന്ന ആരാ? ശിഷ്യന്മാര് കൊയ്യുകയാണ്. എൻ്റെ ഓർമ്മയിൽ എൻ്റെ ചെറുപ്പ പ്രായങ്ങളിൽ ഞാൻ ഹരിയാന എന്ന സ്റ്റേറ്റിന്റെ ഫരീദാബാദിലാണ് ജനിച്ച് വളർത്തപ്പെട്ടത്. ആ ദേശത്ത് ആ കാലഘട്ടങ്ങളിൽ സുവിശേഷം അറിയിക്കുന്ന സമയങ്ങളിൽ അന്ന് സഭയിൽ നിറച്ചു മലയാളികളായിരുന്നു. 80, 85, 90 പേരൊക്കെ, അതിൽ കൂടുതലൊക്കെ മലയാളികളുള്ള ഒരു കാലഘട്ടം. ഒരൊറ്റ ഹിന്ദിക്കാരില്ലാത്ത ആ കാലഘട്ടങ്ങളിൽ ആ ദേശത്ത് ആ സഭ ചെയ്ത സുവിശേഷ പ്രവർത്തനം അനവധിയാ. ആ ഗ്രാമങ്ങളിലൊക്കെ വളരെ വിദൂരതയിലൊക്കെ പോയി സുവിശേഷം പറയും. ട്രാക്സ് കണ്ടവാൻ ലക്ഷക്കണക്കിന് ട്രാക്സുകൾ കൊടുത്തിട്ടുണ്ട്. സ്ട്രീറ്റ് മിനിസ്ട്രീസ് നടത്തിയിട്ടുണ്ട്. സർവീസുകൾ, സേവനങ്ങൾ ഒത്തിരി ചെയ്തിട്ടുണ്ട്. എന്നാൽ കാലങ്ങൾ കുറച്ച് മുമ്പോട്ട് കഴിഞ്ഞ സമയങ്ങൾ അന്നേരമൊക്കെ ഓർത്തു, ദൈവമേ നമുക്ക് വിശ്വാസികൾ എന്നെ കിട്ടാത്ത അനേക ഉപവാസങ്ങൾ, പ്രാർത്ഥനകളൊക്കെ നടത്തി. എന്നാൽ കുറെ നാൾ കഴിഞ്ഞപ്പോൾ, വർഷങ്ങൾ കഴിഞ്ഞുപോയി. പിന്നീട് നമ്മൾ നോക്കിയപ്പോൾ ഇന്നൊക്കെ നിങ്ങൾ അവിടെ ചെന്നാൽ കാണാൻ പറ്റുന്ന ഒറ്റ മലയാളി അവിടെ ഇല്ല. ആ സഭ നിറച്ച് അവിടുത്തെ ലോക്കൽസ് ആണ്. ടോട്ടലി 100% ഹിന്ദിക്കാരുടെ ചർച്ചയായി അത് മാറി. ഒരു കാലത്ത് 100% മലയാളികളാൽ തുടങ്ങപ്പെട്ട ഒരു ചർച്ചയായിരുന്നു. ഇന്ന് അതിനകത്ത് 10, 60, 70 ഹിന്ദിക്കാരാണ്. ഒറ്റ മലയാളിയുള്ളത് അവിടുത്തെ ചർച്ചിലെ പാസ്റ്ററാണ്. പ്രൈസ് ദി ലോർഡ്. നോക്കണം. അപ്പൊ വിത്തിടുന്നത് വേറെ ആരെങ്കിലും ആയിരിക്കും, കൊയ്യുന്ന മറ്റൊരാള്. ഇത് ചർച്ചിന്റെ അല്ലെ സഭയുടെ ഒരു രീതിയാ. നിങ്ങളെല്ലാം എപ്പോഴും മറ്റൊരാൾ തയ്യാറാക്കിയ ഒരു ഫീൽഡിലാ പ്രവർത്തിക്കുന്നതെന്ന് ഓർത്തോണം. ഞാൻ ഉണ്ടാക്കിയ, ഞാൻ തന്നെ വിത്തിട്ട, ഞാൻ തന്നെ കൊയ്യുന്ന ഒരിടമല്ല ദൈവം ചിലപ്പോഴും നമ്മളെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ സുവിശേഷം പങ്കിടുന്ന ഓരോ വ്യക്തിയും ഇതിനകം പലരാലും സ്വാധീനിക്കപ്പെട്ടിട്ടുണ്ട്. അവരുടെ ജീവിത സാഹചര്യങ്ങളാൽ, മറ്റു വിശ്വാസികളാൽ, അവരുടെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് മുൻകാലങ്ങളിൽ കൊടുത്ത പല അനുഭവങ്ങളാൽ പലരാലും സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. നമ്മളുടെ ജോലി എന്നാണ്? ആദ്യം മുതലേ വിളവെടുപ്പ് ഉൽപ്പാദിപ്പിക്കുക എന്നുള്ള അർത്ഥത്തിലല്ല. ഞാൻ വിളവെടുത്ത് ഞാൻ തന്നെ എല്ലാം സമ്പാദിച്ച് ഞാൻ തന്നെ ആൾക്കാരെ നേടി ഞാൻ തന്നെ അവിടെ വാഴുക എന്നൊരു ആശയമില്ല. നിങ്ങളെ കൊണ്ട് ഒരു പക്ഷേ ഈ മുമ്പ് ഞാൻ പറഞ്ഞതുപോലെ പഴയ നിയമ പ്രവാചകന്മാർ ചെയ്തതുപോലെ വിത്തിടുന്ന പരിപാടിയായിരിക്കും. പ്രവചനത്തിലൂടെയോ പ്രസംഗത്തിലൂടെയോ ഉപദേശത്തിലൂടെയോ, അല്ലെങ്കിൽ യോഹന്നാൻ സ്നാപകൻ ചെയ്തതുപോലെ വഴി കാണിക്കുന്ന ശുശ്രൂഷയായിരിക്കും ദൈവം നിങ്ങളെ ഏൽപ്പിച്ചത്. ചിലപ്പം അവിടുന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ചെല്ലുമ്പോൾ വേറൊരാൾ ചെയ്ത വിളവെടുപ്പിന്റെ കൊയ്യുന്ന വ്യക്തികളായിരിക്കും നിങ്ങൾ. പ്രൈസ് ദി ലോർഡ്. ഇതാണ് സുവിശേഷങ്ങളിൽ നടക്കുന്നത്. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, നിങ്ങൾ തല ഉയർത്തണം. ഇതിനകം പാകമായ അനേക വിത്തുകളുണ്ട്, അതൊന്നും നഷ്ടപ്പെടാതെ നിങ്ങൾ ശേഖരിക്കണം. പൗലോസ് ഇതന്നെ പറയുന്നത്, ഞാൻ നട്ടു, അപ്പല്ലോസ് നനച്ചു, വളരുമാറാക്കിയ ദൈവം. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നടുന്നവനും നനയ്ക്കുന്നവനും ഏതുമില്ല, ആർക്കും ബോസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല. വളരുമാറാക്കുന്നൊരു ദൈവമുണ്ട്. നിന്നെ ഏൽപ്പിച്ച ജോലി നീ വിശ്വസ്തയോടുകൂടെ ചെയ്താൽ നിന്റെ ദേശത്ത് അവൻ കൃഷി വളർത്തുമാറിടയാക്കി തീർക്കും. ഹല്ലേലൂയ. മിഷന്റെ ഒരു ദൗത്യം കൂടെ പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകളെ നിർത്തുവാൻ താല്പര്യപ്പെടുകയാണ്. 9 കൂട്ടം കാര്യങ്ങളുണ്ട്. നമ്മൾ ഈ 4-ാം അധ്യായം പഠിച്ചതിൻ്റെ സമ്മറി ഒരു 9 പോയിന്റ്സ് ഉണ്ട്. അത് നിങ്ങൾ ഇത്രയും നേരം പഠിച്ചത് നിങ്ങളുടെ മനസ്സിലിരിക്കണമല്ലോ. അതുകൊണ്ടാണ് ഈ അവസാനം ഈ 9 പോയിന്റ്സ് മാത്രം ഓരോ വാക്യങ്ങളിൽ പറഞ്ഞ് ഞാൻ അങ്ങ് നിർത്തുകയാണ്. 4-ാം അധ്യായ സുവിശേഷത്തിൽ ഏറ്റവും ദൗത്യത്തിന്റെ അല്ലെ മിഷന്റെ പ്രായോഗികത അടങ്ങിയിരിക്കുന്ന ഭാഗമാണ്.
യാതൊരു സാധ്യതയും ഇല്ലാത്ത സ്ഥാനത്ത് ദൈവം ഉപയോഗിക്കുമെന്നാണ് നമ്മൾ ഈ 4-ാം അധ്യായത്തിൽ പഠിച്ചത് അല്ലേ. ഒന്നാമത്തെ കാര്യം, യേശു ഒരിക്കലും എന്താ പറയുന്നത്, ജനം ഇടപെഴുവാൻ താല്പര്യമില്ലാത്ത തടസ്സങ്ങളെ ആ കർത്താവ് മറികടന്നത്. എന്തായിരുന്നു? എത്നിക് ഹേറ്റ്രഡ്നെസ് നമ്മൾ പഠിച്ചല്ലേ. ശമരിയക്കാരുമായിട്ട് ഒരു രീതിയിലും ഇടപെഴുവാൻ ഈ മനുഷ്യർക്ക് താല്പര്യമില്ല, യഹൂദന്മാർക്ക്. ചില എത്നിക് ഹേറ്റ്രഡ്നെസ് കാരണം സുവിശേഷം ചെന്നിട്ടില്ലാത്ത സ്ഥലത്ത് ദൈവം നിന്നെ അയക്കും. നിന്റെ മേൽ ആ ദൗത്യമുണ്ട്. അവനെയും കൂടി സ്നേഹിക്കാനാണ് കർത്താവ് ഈ ലോകത്തിലേക്ക് വന്നത്. നമ്മളുടെ മേൽ ആ ദൗത്യം ഉണ്ടെന്ന് ഓർത്തോണം. രണ്ടാമത്തെ കാര്യം, യേശുവിന് സംഭാഷണം ആരംഭിക്കേണ്ട ആവശ്യമില്ലായിരുന്നു, എങ്കിലും താൻ സംഭാഷണം ആരംഭിച്ചു. എന്താണ്? എങ്ങനെയാണ്? സ്ത്രീയെ, കുടിപ്പാൻ നിന്റെ പക്കൽ അല്പം വെള്ളമുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട്. ചില വിഷയങ്ങളിൽ നമ്മൾ ഓർത്തോണം, ആ വ്യക്തി ആയിരിക്കത്തില്ല നമ്മളോട് സംഭാഷണം പറയുന്നത്, നമ്മൾ ഇനിഷ്യേറ്റീവ് എടുക്കേണ്ടി വരും. ആ വ്യക്തി പലപ്പോഴും പല ഹൃദയവേദനയോടൊക്കെ കടന്നു പോകുന്ന വ്യക്തിയായിരിക്കാം, വളരെ ഭാരത്തോട് കടന്നു പോകുന്ന വ്യക്തിയായിരിക്കാം. ഒരുപക്ഷെ ഇതുപോലെ നട്ടുച്ചയ്ക്ക് ആരും കാണാതെ ഏകരായി നിൽക്കുന്ന വ്യക്തിയായിരിക്കാം. അതിൻ്റെ സമയത്ത് ഒരു പ്രവാചക ശബ്ദം പോലും ദൈവം നിങ്ങളെ അയക്കും. സ്തോത്രം. മടി കാണിക്കരുത്, ആ വ്യക്തികളിലേക്ക് ഇറങ്ങിച്ചെല്ലണം. മൂന്നാമത്തെ കാര്യം, ആ ജനസമൂഹത്തിൽ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയെ യേശു കണ്ടുമുട്ടുന്ന സംഭവമാണ്. വലിയ ജനസമൂഹമുള്ള ഒരു പട്ടണമാണ് ശമരിയ. അതിൽ ഒരാളെ കണ്ടുമുട്ടുക, ആ കിണറ്റിന്റെ കരികിൽ ആ നട്ടുച്ചയ്ക്ക് അവളുടെ ആവശ്യത്തിൽ ഇടപെടുക അല്ലേ. സ്തോത്രം. അവളുടെ ഭാരത്തിൽ ഇടപെടുക. വലിയൊരു ദേശത്ത് ചിലപ്പം ഇടപെടുന്നത് നിങ്ങൾക്ക് ചിലപ്പോൾ ഒറ്റ വ്യക്തിയായിരിക്കും. ഏതെങ്കിലും ഒരു നാട്ടിലോ ഏതെങ്കിലും ഒരു ദേശത്തോ ഏതെങ്കിലും ഒരു സ്ഥാപനത്തോ ദൈവം നിങ്ങളെ കൊണ്ടെത്തിക്കും. ചിലപ്പോൾ ഒരാളെ നേടാനായിരിക്കും. സ്തോത്രം. എന്തിനായിരിക്കും എന്നറിയാമോ? ഒരുപക്ഷെ നിങ്ങൾ നേടുന്ന വ്യക്തിയെയും കൊണ്ട് ദൈവത്തിന് മറ്റു വലിയ കാര്യങ്ങൾ ചെയ്യിക്കാനുണ്ടായിരിക്കും. ഒരുപക്ഷെ നിങ്ങളെയും കൊണ്ട് ചിലപ്പോൾ ഒന്നേ ഉള്ളായിരിക്കും, പക്ഷെ നിങ്ങൾ കൊണ്ടുവന്ന ആ വ്യക്തിയെയും കൊണ്ട് ആയിരങ്ങളെ ആയിരിക്കും ദൈവം ചെയ്യാൻ പോകുന്നത്. സ്തോത്രം. പണ്ട് ഈ നമുക്കറിയാം, ഈ സൗത്ത് കൊറിയയിലെ ഒരു അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസനാണ് പോൾ യോങ്കിച്ചോ. അദ്ദേഹത്തിന്റെ സഭയിൽ 6-7 ലക്ഷം പേര് കൂടുന്നെന്നാ പറയുന്നത്. എനിക്ക് കൃത്യം കണക്കറിയില്ല. എന്നാൽ അദ്ദേഹം വിശ്വാസത്തിൽ വരുന്ന കാലത്ത് ഒരു ക്ഷയരോഗം പിടിച്ച് ട്യൂബർക്കുലോസിസ് ബാധിച്ച് അദ്ദേഹം മരണപ്പെട്ട് കിടക്കുമ്പോൾ ഒരു പെൺകുട്ടി, 18 വയസ്സുള്ള ഒരു പെൺകുട്ടിയാണ് ആ യോങ്കിച്ചോയുടെ സുവിശേഷം പറയുന്നത്. സ്തോത്രം. ഒരുപക്ഷെ എൻ്റെ ഒരു ചിന്ത, ഒരുപക്ഷെ അവള് ചിലപ്പം രക്ഷയിലേക്ക് ഭാഗത്തേക്ക് കൊണ്ടുവന്ന ഒരു വ്യക്തി ആയിരിക്കാം, അല്ലെങ്കിൽ ഒറ്റ വ്യക്തിയെ ഉള്ളായിരിക്കാം, അല്ലെങ്കിൽ 2, 3, 5, 6 പേരായിരിക്കാം. പക്ഷേ ഈ യോങ്കിച്ചയിലൂടെ ലക്ഷങ്ങൾ കർത്താവിലേക്ക് കടന്നു വന്നു. സ്തോത്രം. ഇവിടെ നോക്കണേ, യേശു ഒറ്റ സ്ത്രീയെ ഫോക്കസ് ചെയ്തുള്ളൂ. ഈ സ്ത്രീ മൂലം ആ ദേശത്തിലെ മുഴുവൻ ആൾക്കാർ, അല്ലെ വലിയൊരു ഭൂരിപക്ഷം ആൾക്കാർ യേശുവിനെ കണ്ടെത്തുകയാണ്. അതാണ് മൂന്നാമത്തെ കാര്യം. നാലാമത്തെ കാര്യം, യേശുവിന്റെ സംഭാഷണം ആരംഭിക്കുന്നത് കുറ്റപ്പെടുത്തലിലൂടെ അല്ല, ഒരു അഭ്യർത്ഥനയിലൂടെയാണ്. അവൾ ചെയ്ത പാപങ്ങളെ എടുത്തു കാണിച്ചുകൊണ്ടല്ല പറയുന്നത്. നീ പാപിയാണെന്നോ നീ മോശമാണെന്നോ ഒന്നും പറഞ്ഞൊന്നും അല്ല. സ്തോത്രം. അവളോട് ഒരു നല്ലൊരു കോൺവെർസേഷനിലൂടെ. നമ്മളുടെ ടോക്കിംഗ് സ്റ്റൈൽ എപ്പോഴും പൊളൈറ്റ് ആയിരിക്കണം, ഹമ്പിൾ ആയിരിക്കണം, വിശ്വസ്തമായിരിക്കണം. അതിനുവേണ്ടിയാണ് ദൈവം നമ്മളെ വേലക്കിറക്കിയിരിക്കുന്നത്. സ്തോത്രം. ആരെയും പ്രകോപിപ്പിക്കുന്ന രീതിയിലല്ല സുവിശേഷം പറയേണ്ടത്. സ്തോത്രം. അഞ്ചാമത്തെ കാര്യം, യേശു ആ സംഭാഷണം നടത്തുന്നത് ക്രമാനുഗതമായിട്ടാണ് നടത്തുന്നത്. എല്ലാം ഒറ്റയടിക്ക് പറയല്ല, സ്റ്റെപ്പ് ആയിട്ട്. നിങ്ങൾ ആ ഒരു പോർഷൻ ഒന്നുകൂടെ ഒന്ന് വായിച്ചു നോക്കണം. കർത്താവ് എങ്ങനെയാണ് ആ കോൺവെർസേഷൻ നടത്തിയത്. സുവിശേഷം പറയുന്നതിന് ഒരു സ്റ്റൈലുണ്ട്. ഹല്ലേലൂയ. സുവിശേഷം പറയുന്നതിന് ഒരു ഇടപാടിലുണ്ട്. ഒരു വ്യക്തിയെ എങ്ങനെ നമ്മൾ സ്നേഹത്തോടെ സൗമ്യതയോടെ അവനെ ബഹുമാനിച്ച് എങ്ങനെ ഇടപെടണമെന്നുള്ളത് നമ്മൾ ഈ കോൺവെർസേഷൻ നോക്കി മനസ്സിലാക്കണം. പ്രൈസ് ലോർഡ്. ആറാമത്തെ കാര്യം, ഒരു രീതിയിലും ആ സ്ത്രീയെ അധിക്ഷേപിക്കാതെ ആ സ്ത്രീയോട് മുഴുവൻ സത്യവും തുറന്നു പറയുകയാണ്. എന്താ മുഴുവൻ സത്യവും? അവളോടൊരു കാര്യം കർത്താവ് ഓപ്പൺ ആയിട്ട് പറഞ്ഞു, സ്ത്രീയെ, ശമര്യക്കാരി ചെയ്യുന്ന ആരാധന ശരിയല്ല. സ്തോത്രം. തെറ്റായിട്ട് പറയണം. നമ്മൾ അത് സോപ്പ് വരട്ടരുത്. ഉപദേശത്തിന്റെ ഗൗരവത്തിൽ പറയേണ്ടതായിട്ടുണ്ട്. വചനത്തിന്റെ ഗൗരവത്തിൽ പറയണം. ഹല്ലേലൂയ. പാപത്തെ നോക്കി സാരമില്ലെന്ന് പറയരുത്. പാപത്തെ നോക്കി അത് പാപമാണെന്ന് പറയണം, ഒഴിഞ്ഞു മാറാൻ പറയണം. അതാണ് ആറാമത്തെ കാര്യം. ഏഴാമത്തെ കാര്യം, അവൾ പൂർണ്ണമായും യേശുവിനെ അംഗീകരിക്കുന്നതിന് മുമ്പ് തന്നെ
യേശു അവളിൽ തൻ്റെ ഐഡന്റിറ്റിയെ, വിശ്വാസ്യത ഉറപ്പിച്ചു. എന്ന് പറഞ്ഞാല് അവൾക്ക് വിശ്വസിക്കാൻ കൊള്ളാകുന്ന ഒരുവനാണെന്ന് യേശു തന്നെ ബോധ്യപ്പെടുത്തി. അതുകൊണ്ടല്ലേ അവൾ മനസ്സ് തുറന്നത്. നമ്മളെ എത്ര പേര് വിശ്വസിക്കും പ്രിയപ്പെട്ടവരെ? നിങ്ങൾ ഒരാളോട് സംസാരിക്കുമ്പോൾ നിങ്ങൾ ട്രസ്റ്റ് വർത്തിയാണോ? പ്രൈസ് ദി ലോർഡ്. വേറൊരാൾക്ക് നിങ്ങളെ നമ്പാൻ പറ്റുമോ? നിങ്ങൾ പറയുന്ന വാക്കിൽ വിശ്വാസ്യതയുണ്ടോ എന്നായിരിക്കണം ഒരു ദൈവമക്കൾ തീരുമാനിക്കേണ്ടത്. കർത്താവ്, എൻ്റെ വാക്കും എൻ്റെ ജീവിതവും എൻ്റെ പ്രവൃത്തിയും വേറൊരാൾക്ക് വിശ്വസിക്കാൻ കൊള്ളാകുന്നതായിരിക്കണം. എട്ടാമത്തെ ഒരു കാര്യം നമ്മൾ അവിടെ കാണുന്നത്, അവൾ തൻ്റെ പട്ടണത്തിൽ പോയി തെളിവായിട്ട് സ്വന്തം കഥ തന്നെ മറ്റുള്ളവരോട് പറയുന്നതാണ്. പ്രൈസ് ദി ലോർഡ്. സ്വന്തം സാക്ഷ്യം പറയുന്നവരായിരിക്കണം നമ്മൾ. നമ്മുടെ ജീവിതത്തിൽ ദൈവം വല്ല നന്മയും ചെയ്തിട്ടുണ്ടെങ്കിൽ ജനത്തോട് പറയണം, എൻ്റെ ജീവിതത്തിൽ നന്മ ചെയ്ത ദൈവം നിങ്ങളുടെ ജീവിതത്തിലും ചെയ്യും. എൻ്റെ ജീവിതത്തിൽ സൗഖ്യം തന്ന ദൈവം നിങ്ങളുടെ ജീവിതത്തിലും ചെയ്യും. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കണം അവർക്ക് വേണ്ടി. അവരോട് പറയണം, കർത്താവേ, എൻ്റെ ജീവിതത്തിൽ കർത്താവ് ഇത്ര അത്ഭുതം ചെയ്തില്ലേ, ഞാൻ പ്രാർത്ഥിക്കുന്ന ഈ വ്യക്തികളുടെ ജീവിതത്തിലും നീ ഇതുപോലെ അത്ഭുതം ചെയ്യണം. തീർച്ചയായും പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ കയ്യിൽ നിങ്ങളുടെ നാവിൻ്റെ മേൽ അധികാരമുണ്ട്. വിശ്വാസമാണ് അതിനകത്ത് പ്രയോജനപ്പെടുത്തേണ്ടത്. സ്ത്രീ സ്വന്തം കഥ പോയി പറയുക, ജനത്തിൽ രൂപാന്തരം വരിക. ഒൻപതാമത്തെ കാര്യം, ആ സമൂഹം മുഴുവനും അന്ന് യേശുവിനെ നേരിട്ട് കണ്ടുമുട്ടി സംവേദിക്കുന്ന കാര്യമാണ്. നിങ്ങൾ ആ ജനത്തെ യേശുവിലേക്ക് ബന്ധിപ്പിക്കുന്നത് വരെ, പ്രൈസ് ദി ലോർഡ്, നിങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവരെ കർത്താവിങ്കിലേക്ക് യോഹന്നാൻ നടത്തിയതുപോലെ വഴി നടത്തണം. ഒരു സുഹൃത്തിന്റെ റോള് നിങ്ങൾക്കുണ്ട്. അല്ലെങ്കിൽ മറന്നു പോകരുത്. ഇതാണ് മിഷന്റെ മോഡൽ. ദിസ് ഈസ് ദ മോഡൽ ഓഫ് മിഷൻ. മറ്റുള്ളവർ ഒഴിവാക്കുന്ന ആളുകളിലേക്ക് നിങ്ങൾ അടുത്ത് ചെല്ലണം. മറ്റുള്ളവർ ചെയ്യാത്തത് നിങ്ങൾ ആരംഭിക്കണം. ദൈവശാസ്ത്രം അവതരിപ്പിക്കുന്നതിന് മുൻപ് അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റണം. നിങ്ങളുടെ മുൻപിലുള്ള വ്യക്തിയെ അവരുടെ പ്രസക്തി, അവർക്ക് ബഹുമാനം കൊടുത്തുകൊണ്ട് നിങ്ങൾ സംസാരിക്കണം. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സംഭവമാണ്, ഒരു ചരിത്രമാണ് നമ്മൾ പഠിച്ചത്. അനേക ദൈവിക സന്ദേശങ്ങൾ ഇതിലൂടെ കേൾക്കുവാൻ കർത്താവ് സഹായിച്ചുവല്ലോ. നമ്മളെ തന്നെ ദൈവകരങ്ങളിലേക്ക് താഴ്ത്തി സമർപ്പിക്കും. നാളെ അടുത്ത ആഴ്ച നമ്മൾ വരുമ്പോൾ 54 വരെയുള്ള വാക്യങ്ങൾ കൂടി വായിച്ചു വരുവാൻ ഞങ്ങൾ നിങ്ങളെ ഓർപ്പിക്കുന്നു. അടുത്ത ആഴ്ചയോടുകൂടി 4-ാം അധ്യായം നമുക്ക് പൂർത്തീകരിപ്പാൻ കർത്താവ് സഹായിക്കട്ടെ. ദൈവം നമ്മളെ ഈ വചനങ്ങളാൽ അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രൈസ്